മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ഫസ്റ്റ് നോക്കിയത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം നോക്കി, ദെൻ RH ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ റിവൈസ് ചെയ്ത് നോക്കിയിരുന്നോ? നീരജ്, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ടീച്ചർ, ഡൗട്ട് ഇല്ല. ഓക്കെ, വിഷ്ണുപ്രിയ? ഇല്ല മിസ്, വിഷ്ണുപ്രിയ ഓക്കെ 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 ഓക്കെ. വിഷ്ണുപ്രിയ, വാട്ട് ഈസ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്? അത് മദറിന് RH നെഗറ്റീവ്, മദറിന് RH നെഗറ്റീവ്, ബേബിക്ക് RH പോസിറ്റീവ് വരുമ്പോൾ വരുന്ന കണ്ടീഷൻ ആണ്. ഓക്കെ, അത് എന്തിന് എക്സാമ്പിൾ ആണ്? RH ഇൻകോമ്പാറ്റബിലിറ്റി കേട്ടോ. ഓക്കെ, RH ഇൻകോമ്പാറ്റബിലിറ്റി, അതായത് RH ഗ്രൂപ്പ് പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഇൻകോമ്പാറ്റബിലിറ്റി, അത് കാരണമാണ് ആ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് RH ഇൻകോമ്പാറ്റബിലിറ്റി. ഓക്കെ, ദെൻ നിരഞ്ജൻ. യെസ് ടീച്ചർ. നിരഞ്ജൻ, നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ 4 ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? A, B, AB, O. ഓക്കെ, AB and O. ഓക്കെ, then അഭിരാമി, അലീന PV. യെസ് മിസ്. അലീന, നമ്മൾ 4 ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞല്ലോ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ. ഇത് എന്തിന്റെ ബേസിലാണ് ഈ 4 ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞേക്കണേ? 2 കാര്യങ്ങളുടെ ബേസിലാന്ന് പറഞ്ഞിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? 2 കാര്യങ്ങളുടെ ബേസിലാണ് നമ്മൾ ഈ 4 ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റംസ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതാണ് 2 കാര്യങ്ങൾ എന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ RBCയുടെ ഫിഗർ പറഞ്ഞോ. പോസിറ്റീവും RH നെഗറ്റീവും. അത് ഇതിലല്ല. RH പോസിറ്റീവ് RH നെഗറ്റീവ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗിലല്ലോ വന്നത്, അത് RH ഗ്രൂപ്പിംഗിലാണ് വന്നത്. ഇത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം നമ്മൾ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, RBCയുടെ സർഫസിലുള്ള ആന്റിജൻ. ഓക്കെ, RBCയുടെ സർഫസിലുള്ള ആന്റിജൻ, ദെൻ പ്ലാസ്മയിൽ പ്രസന്റ് ആയിട്ടുള്ള ആന്റിബോഡി. ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റവും RH ബ്ലഡ് ഗ്രൂപ്പിംഗ്, RH വന്നതാണ്. RH ഇൻകോമ്പാറ്റബിലിറ്റിയിലാണ് നമ്മൾ ആ ഒരു ചോദിച്ചോ? അപ്പൊ ഈ RH പോസിറ്റീവ് RH നെഗറ്റീവ് അത് ബ്ലഡിന്റെ ഇതാണോ? മോളെ, ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റവും RH ബ്ലഡ് ഗ്രൂപ്പിംഗും. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റവും RH ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റവും ഉണ്ട്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്ലഡ് A ആണോ B ആണോ AB ആണോ O ആണോ എന്ന് പറയണത്. അവിടെ പോസിറ്റീവും നെഗറ്റീവും പറയണില്ല. ഈ 4 A ആണോ B ആണോ AB ആണോ O ആണോ അത് തീരുമാനിക്കുന്നതാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നതാണ് RH ഗ്രൂപ്പിംഗ് സിസ്റ്റം. അതായത് RH ഫാക്ടർ പ്രസന്റ് ആണെങ്കിൽ, ബ്ലഡിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്, RH ഫാക്ടർ ഇല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ 2 സിസ്റ്റം വെച്ചിട്ടാണ് കേട്ടോ. നമ്മളിപ്പോ A പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് RH സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഓക്കെ ഓക്കെ. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യണത് ബ്ലഡ് കൊയാഗുലേഷൻ ഓർ ബ്ലഡ് ക്ലോട്ടിംഗ്. ഓക്കെ, ബ്ലഡ് കൊയാഗുലേഷൻ ഓർ ബ്ലഡ് ക്ലോട്ടിംഗ്. സോ ബ്ലഡ് ക്ലോട്ടിംഗ് നമ്മുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്. ഇറ്റ് ഈസ് എ മെക്കാനിസം ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, സോറി, ഹോമിയോസ്റ്റാസിസ് അല്ല, ഹീമോസ്റ്റാസിസ്. സോറി, ഹോമിയോസ്റ്റാസിസ് അല്ല, ഹീമോസ്റ്റാസിസ്. അതായത് ബ്ലഡ് ക്ലോട്ടിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബോഡിയിൽ നിന്ന് എക്സസ് ആയിട്ട് ബ്ലഡ് ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് അങ്ങനെ ക്ലോട്ട് ചെയ്യണത്. ഓക്കെ, അപ്പൊ ആ ബോഡിയിൽ നിന്ന് എക്സസ് ആയിട്ട് ബ്ലഡ് ലോസ് ആവാതിരിക്കാൻ നടക്കുന്ന പ്രോസസ്സാണ് ബ്ലഡ് കൊയാഗുലേഷൻ ഓർ ബ്ലഡ് ക്ലോട്ടിംഗ്. ദെൻ അതിന്റെ സ്റ്റെപ്സ് ആണ്. അപ്പൊ എവിടെയാണോ നമുക്ക് ഇഞ്ചുറി വരുന്നത്, സൈറ്റ് ഓഫ് ഇഞ്ചുറി, എവിടെയാണോ ആ ഒരു മുറിവ് വന്നിട്ടുണ്ടാവുക, ആ പാർട്ടിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ, ബ്ലഡിൽ മെയിൻ ആയിട്ട് നമ്മൾ 3 ടൈപ്പ് സെൽസ്, ബ്ലഡ് സെൽസ് പറയുമ്പോൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, അതിൽ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് കൊയാഗുലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. സോ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് നമുക്ക് എവിടെയാണോ ഇഞ്ചുറി ഉണ്ടായത് ആ ഒരു സ്ഥലത്ത് പ്രസന്റ് ആയിട്ടുള്ള ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ടുഗദർ വിത്ത് ദ ടിഷ്യൂസ്,
ഓക്കെ, മുറിവ് പറ്റിയ സ്ഥലത്തുള്ള പ്ലേറ്റ്ലെറ്റ്സും അവിടെ ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റ്സും ടിഷ്യൂസും കൂടി ചേർന്ന് ഒരു സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും. ആ സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ടിഷ്യൂസ് അറ്റ് ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി. എവിടെയാണോ മുറിവുണ്ടായ അവിടെയുള്ള പ്ലേറ്റ്ലെറ്റ്സും ടിഷ്യൂസും ചേർന്ന് ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. ഈ ത്രോംബോപ്ലാസ്റ്റിൻ ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈമിന്റെ പേരാണ് ത്രോംബോകൈനേസ്. ഓക്കെ, ത്രോംബോകൈനേസ് എൻസൈം. സോ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. ത്രോംബോപ്ലാസ്റ്റിൻ ഫോം ചെയ്യുന്ന എൻസൈം ആണ് ത്രോംബോകൈനേസ് എൻസൈം. ഈ ത്രോംബോകൈനേസ് എൻസൈം എന്ത് ചെയ്യും? ഇത് ചെന്നിട്ട് നമ്മുടെ ബ്ലഡില് നോർമലി നമ്മുടെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ക്ലോട്ടിംഗ് ഒന്നും വരരുത്. മുറിവ് എന്തെങ്കിലും വരുമ്പോഴല്ലേ ക്ലോട്ടിങ്ങിന്റെ ആവശ്യമുള്ളൂ. അതല്ലാത്ത സമയത്ത് നമ്മുടെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോഡിയിൽ. സോ ഇഞ്ചുറി ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ ബ്ലഡിലെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അപ്പോഴും ഉണ്ട്. ഈ ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. പക്ഷെ അവരൊക്കെ എങ്ങനെയാണ്? ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഇരിക്കുക. ഓക്കെ, നോർമലി നമ്മുടെ ബോഡിയിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ വെറുതെ ഇഞ്ചുറി ഒന്നും ഇല്ലാത്ത സമയത്ത് പോയിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിലെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഇരിക്കുക. അപ്പൊ അങ്ങനെ ഇനാക്റ്റീവ് ഫോമിൽ ഇരിക്കുന്ന ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ആണ് പ്രോത്രോംബിൻ. ഓക്കെ, സോ പ്രോത്രോംബിനെ നമ്മുടെ ത്രോംബോകൈനേസ് ചെന്നിട്ട് എന്താക്കി മാറ്റും? ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ത്രോംബിനാക്കി മാറ്റും. ഓക്കെ, സോ ത്രോംബോകൈനേസ് എൻസൈം ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ദിസ് ത്രോംബോകൈനേസ് എൻസൈം ഇൻ പ്രസൻസ് ഓഫ് കാൽസ്യം. കാൽസ്യത്തിന്റെ പ്രസൻസിൽ ത്രോംബോകൈനേസ് എൻസൈം ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിനെ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പ്രോത്രോംബിൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആണ്, ഇനാക്റ്റീവ് ക്ലോട്ടിംഗ് ഫാക്ടർ ആണ്. സോ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിനെ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ത്രോംബിൻ ഫോം ചെയ്തു. ത്രോംബിൻ എന്ത് ചെയ്യും? ത്രോംബിൻ ചെന്നിട്ട് നമ്മുടെ ബ്ലഡില് പ്ലാസ്മ പ്രോട്ടീൻസ്, 3 പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് നമ്മുടെ ബ്ലഡിലുള്ളത്. ആൽബമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ആൽബമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇത് 3 എന്താണ്? നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്ലാസ്മയിൽ പ്രസന്റ് ആയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ഇവര് 3 പേരും, ആൽബമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. സോ ഇതില് ഫൈബ്രിനോജൻ ആണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നത്. സോ ഫൈബ്രിനോജൻ ഇറ്റ് ഈസ് എ സോല്യൂബിൾ പ്രോട്ടീൻ. സോല്യൂബിൾ ആണ്, ബ്ലഡിൽ അലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ത്രോംബിൻ ചെന്നിട്ട് സോല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫോമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫോമിന്റെ പേരാണ് ഫൈബ്രിൻ. ഓക്കെ, അപ്പൊ ആദ്യം പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, പ്രോത്രോംബിൻ ഇനാക്റ്റീവ് ആയിരുന്നു, ത്രോംബിൻ ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിൻ ചെന്നിട്ട് എന്ത് ചെയ്തു? സോല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ഫൈബ്രിനും അവിടെ ആ ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസിലുള്ള സെൽസും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ഫൈബ്രിനും ഡാമേജ് ആയിട്ടുള്ള സ്ഥലത്തുള്ള ടിഷ്യൂസും ഒക്കെ ചേർന്നിട്ടാണ് അവിടെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടി പറയാം. പ്ലേറ്റ്ലെറ്റും ടിഷ്യൂസും റിലീസ് ചെയ്യുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ത്രോംബോകൈനേസ് പ്രൊഡ്യൂസ് ചെയ്യും. ത്രോംബോകൈനേസ് ഇൻ പ്രസൻസ് ഓഫ് കാൽസ്യം കൺവേർട്സ് ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ടു ആക്റ്റീവ് ത്രോംബിൻ. ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിനെ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യും. ത്രോംബിൻ എന്ത് ചെയ്യും? സോല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിനാക്കും. ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫൈബ്രിന്റെ ത്രെഡ്, ഫൈബ്രിൻ ത്രെഡ്സ്, നൂല് പോലെ ഫൈബ്രിന്റെ ത്രെഡ് ഫോം ചെയ്യും. ദെൻ ആ ത്രെഡ്സിന്റെ ഉള്ളില് ഈ ഡാമേജ് ആയിട്ട് ഉള്ള സ്ഥലത്തെ ബ്ലഡ് സെൽസ് RBC, WBC ഒക്കെ വന്ന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. ഇതാണ് ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത്. ഫൈബ്രിന്റെ ത്രെഡ്സിന്റെ ഉള്ളില് എവിടെയാണോ ഇഞ്ചുറി ഉണ്ടായത് അവിടെയുള്ള ബ്ലഡ് സെൽസ് ഒക്കെ വന്ന് ചേർന്ന് അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ബ്ലഡ് ക്ലോട്ട്. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് ബ്ലഡ് കൊയാഗുലേഷൻ ഓർ ബ്ലഡ് ക്ലോട്ടിങ്ങിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹാർട്ടിന്റെ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്. സോ ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ഹ്യൂമൻ ഹാർട്ടിന് എത്ര ചേംബേഴ്സ് ഉണ്ട്? ഹൗ മെനി ചേംബേഴ്സ്? 4 ചേംബേഴ്സ്. ഏതൊക്കെയാ 4 ചേംബേഴ്സ്? എന്താ ചേംബേഴ്സിന്റെ പേര്? 2 ആട്രിയം,
ടു വെൻട്രിക്കിൾ. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഹാർട്ടിന്, ഹ്യൂമൻ ഹാർട്ടിന് 4 ചേംബേഴ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ആണ് ആട്രിയം. ഓക്കെ, അപ്പർ ചേംബേഴ്സ് ആർ കോൾഡ് ആട്രിയം. സോ ദിസ് വൺ ഈസ് ലെഫ്റ്റ് ആട്രിയം, ദിസ് ഇസ് റൈറ്റ് ആട്രിയം, ദിസ് ഇസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ദിസ് ഇസ് റൈറ്റ് വെൻട്രിക്കിൾ. അതായത് നമുക്ക് 4 ചേംബേഴ്സ് ഉണ്ട് ഹാർട്ടില്. 4 ചേംബേഴ്സിൽ 2 അപ്പർ ചേംബേഴ്സിന് പറയുന്ന പേര് ആട്രിയം എന്നാണ്, ലോവർ ചേംബേഴ്സിന് പറയുന്ന പേര് വെൻട്രിക്കിൾസ് എന്നാണ്. നമ്മളെ ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ള കവറിംഗ് ഉണ്ട്. ഓക്കെ, 2 ലെയറിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിന് പറയുന്ന പേരാണ് പെരികാർഡിയം. പെരികാർഡിയം. So it is the double layered covering of heart. Okay, so pericardium. ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് 2 ലെയറുള്ള ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിന് പറയുന്ന പേരാണ് പെരികാർഡിയം. ഇപ്പൊ പെരികാർഡിയത്തിന് 2 ലെയർ എന്ന് പറയുമ്പോൾ ഒരു ഔട്ടർ ലെയറും ഉണ്ട്, ദെൻ ഇന്നർ ലെയറും പ്രസന്റ് ആണ്. സോ ഈ ഔട്ടർ ലെയറിന്റെയും ഇന്നർ ലെയറിന്റെയും, ഓക്കെ, ഇത് ഔട്ടർ ലെയർ, ഉള്ളിലത്തത് ഇന്നർ ലെയർ, രണ്ടിന്റെയും ഇടയിലുള്ള ഭാഗത്ത് ഒരു ഫ്ലൂയിഡ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടില് ഒരു ഫ്ലൂയിഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഇങ്ങനെ ഫുള്ള് ഹാർട്ട് മുഴുവൻ ഇങ്ങനെ ഒരു നടുക്ക്, 2 മെമ്പറിന്റെ നടുക്കായിട്ട് ഒരു ഫ്ലൂയിഡ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർട്ടിന് എന്തെങ്കിലും ഷോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രിക്ഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ. ഹാർട്ടിന് എന്തെങ്കിലുമൊക്കെ ഷോക്ക്, ഹാർട്ട് പ്രൊട്ടക്ട് ചെയ്യുക, അത്രയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. എന്തെങ്കിലും ഷോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രിക്ഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ. സോ ഫസ്റ്റ് പറയുന്ന അതാണ് 4 ചേംബേഴ്സ്, ദെൻ പെരികാർഡിയം ആൻഡ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. ഓക്കെ, എപ്പോഴും ഹാർട്ടിന്റെ റൈറ്റ് സൈഡിലായിരിക്കോ ലെഫ്റ്റ് സൈഡിലായിരിക്കോ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് പ്യുവർ ബ്ലഡ്, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഏത് സൈഡിലായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കോ ലെഫ്റ്റ് സൈഡിൽ? ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിലാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് പ്രസന്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ലെഫ്റ്റ് സൈഡില് ഓക്സിജനേറ്റഡ് ബ്ലഡും റൈറ്റ് സൈഡില് ഡീഓക്സിജനേറ്റഡ് ബ്ലഡും. ലെഫ്റ്റ് സൈഡിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ്, റൈറ്റ് സൈഡിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇനി നമ്മൾ പറയുന്നത് ഹാർട്ടിന്റെ വാൾസ് ആണ്. ഓക്കെ, ഹാർട്ടിൽ വാൾസ് പ്രസന്റ് ആണ്. സോ വാൾസ് 2 സൈഡിലും ഉണ്ട്, റൈറ്റിലും ലെഫ്റ്റിലും ഉണ്ട്. റൈറ്റ് സൈഡിൽ പ്രസന്റ് ആയിട്ടുള്ള വാൾവ് അത്, ഓക്കെ, മിനിറ്റ് നമ്മുടെ ചേംബേഴ്സ് വെച്ചിട്ട് പറയാം. ഓക്കെ, സോ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. സോ റൈറ്റ് സൈഡില് ആട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും ആട്രിയത്തിന്റെയും വെൻട്രിക്കിളിനെയും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 2 ആട്രിയം തമ്മിൽ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്, ഇത് റൈറ്റ് ആട്രിയം, ഇത് ലെഫ്റ്റ് ആട്രിയം. 2 ആട്രിയം തമ്മിൽ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർ ആട്രിയൽ സെപ്റ്റം. ഇന്റർ ആട്രിയൽ സെപ്റ്റം. ദെൻ വെൻട്രിക്കിൾസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പാർട്ട്, 2 വെൻട്രിക്കിൾസ്, റൈറ്റും ലെഫ്റ്റും വെൻട്രിക്കിൾസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. Okay, so the right and left atria are separated by interatrial septum and right and left ventricle are separated by interventricular septum. ഇനി ഒരു സൈഡിൽ തന്നെയുള്ള ആട്രിയം വെൻട്രിക്കിളും, ഓക്കെ, ഇപ്പൊ റൈറ്റിലാണെങ്കിലും ലെഫ്റ്റിലാണെങ്കിലും സെയിം സൈഡിൽ, ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡ് നോക്കാം, റൈറ്റ് സൈഡിലുള്ള ആട്രിയം വെൻട്രിക്കിളും അവരെ തമ്മിൽ ഡിവൈഡ് ചെയ്തേക്കുന്ന ഈ ഒരു പാർട്ട് അത് തന്നെ ഈ സൈഡിലുണ്ട്. ഇതിന് പറയുന്ന പേരാണ് atrioventricular septum or AV septum. Atrioventricular septum, or it is also called AV septum. Okay, അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇന്ററാട്രിയൽ സെപ്റ്റം, ആട്രിയെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് ഇന്ററാട്രിയൽ സെപ്റ്റം, വെൻട്രിക്കിൾസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് ഇന്റർവെൻട്രിക്കുലാർ സിസ്റ്റം,
സെയിം സൈഡിൽ തന്നെയുള്ള ആട്രിയനെയും വെൻട്രിക്കിളിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഓക്കെ, ഈ ഒരു ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഇങ്ങനെ രണ്ട് പാർട്ട്, റൈറ്റ് ലെഫ്റ്റ് ആട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും തമ്മിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യണം, ആട്രിയെന്ന് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും വാൾസ് പ്രസന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഈ സെപ്റ്റം വെച്ച് ക്ലോസ് ചെയ്തേക്കാണ്, പക്ഷെ അവിടെ ബ്ലഡ് ഫ്ലോ നടക്കണം. സോ വാൾസ് വിൽ ബി പ്രസന്റ്. ഓക്കെ, വാൾസ് പ്രസന്റ് ആണ്. അപ്പൊ റൈറ്റ് സൈഡില് ഓർത്തു വെക്കുക, റൈറ്റ് സൈഡിൽ പ്രസന്റ് ആയിട്ടുള്ള വാൽവിന്റെ പേരാണ്, റൈറ്റ് സൈഡിൽ പ്രസന്റ് ആയിട്ടുള്ള വാൽവ് ഏതാ? ട്രൈകസ്പിഡ്. ട്രൈകസ്പിഡ്. റൈറ്റില് 3 എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, ട്രൈകസ്പിഡ് വാൽവ്, അതായത് അതിനിങ്ങനെ 3 സ്ട്രക്ചറാണ്. 3 കസ്പ് എന്ന് നമ്മൾ പറയും, 3 കവർ, 3 സെപ്പറേഷൻ, അതുപോലത്തെ ഒരു സ്ട്രക്ചർ. കസ്പ് ഓർ ഫ്ലാപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, ട്രൈകസ്പിഡ് എന്ന് പറയുന്ന 3 കസ്പ്സ് പ്രസന്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു വാൽവിന് ഉണ്ടാവുക റൈറ്റ് സൈഡില്. ദാറ്റ് ഇസ് ട്രൈകസ്പിഡ് വാൽവ്. ദെൻ ലെഫ്റ്റ് സൈഡില് 2 കസ്പ് മാത്രമുള്ള ഒരു വാൽവാണ്, ദാറ്റ് ഇസ് ബൈകസ്പിഡ് വാൽവ്. ബൈകസ്പിഡ് വാൽവിന് വേറൊരു പേര് കൂടി പറയാറുണ്ടല്ലോ, ബൈകസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ്. ഓക്കെ, മിട്രൽ വാൽവ്. അപ്പൊ നമ്മള് ട്രൈകസ്പിഡ് റൈറ്റ് സൈഡിലും ബൈകസ്പിഡ് ലെഫ്റ്റ് സൈഡിലുമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഈ രണ്ട് വാൽവിനെ കൂടി ചേർത്ത് നമ്മൾ പറയുന്നതാണ് AV വാൾസ് ഓർ ആട്രിയോ വെൻട്രിക്കുലാർ വാൾസ്. എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ AV വാൾസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, അത് വേറെ ആരുമല്ല, ട്രൈകസ്പിഡിനെയും ബൈകസ്പിഡിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് AV വാൾസ്, ദാറ്റ് ഇസ് ആട്രിയോ വെൻട്രിക്കുലാർ വാൾസ്. എവിടെ നിന്ന് എങ്ങോട്ടുള്ള ബ്ലഡിന്റെ മൂവ്മെന്റിനെ ഇവര് കൺട്രോൾ ചെയ്യുന്നത്? ഫ്രം ആട്രിയ ടു വെൻട്രിക്കിൾ. ആട്രിയെന്ന് വെൻട്രിക്കിൾസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ രണ്ട് സൈഡിലും, റൈറ്റിലായാലും ലെഫ്റ്റിലായാലും ആട്രിയെന്ന് വെൻട്രിക്കിൾസിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിനെയാണ് ഇവര് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവരെ രണ്ടുപേരെയും നമ്മുടെ ട്രൈകസ്പിഡ്, അപ്പൊ ട്രൈകസ്പിഡ് ഏത് സൈഡിലാണ്, ബൈകസ്പിഡ് ഏത് സൈഡിലാണ്, അത് ഓർത്ത് വെക്കുക. ട്രൈകസ്പിഡ് റൈറ്റ് സൈഡിലാണ്, ദെൻ ബൈകസ്പിഡ് ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബ്ലഡിന്റെ ഫ്ലോയിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഇപ്പൊ നമ്മള് വാൾസ് പറഞ്ഞു. ദെൻ ഇവിടെ രണ്ടുപേരും അല്ലാതെ വേറൊരു ഗ്രൂപ്പ് വാൽവ് കൂടി നമ്മൾ പറയുന്നുണ്ട്, ദാറ്റ് ഇസ് സെമി ലൂണാർ വാൽവ്. സെമി ലൂണാർ വാൽവ്. അപ്പൊ സെമി ലൂണാർ വാൾസ് എന്താന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഡബിൾ സർക്കുലേഷന്റെ പ്രോസസ്സ് അറിയണം, എന്നാലാണ് സെമി ലൂണാർ വാൽവിന്റെ ഫംഗ്ഷൻ ക്ലിയർ ആവുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡില് ഏത് ബ്ലഡ് ആണ്? ലെഫ്റ്റ് സൈഡില് ഓക്സിജനേറ്റഡ് ബ്ലഡും, ലെഫ്റ്റ് സൈഡില് ഓക്സിജനേറ്റഡ് ബ്ലഡും റൈറ്റ് സൈഡില് ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡില് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആദ്യം വരുന്നത് ലങ്സിലാണ് ഓക്സിജനേഷൻ നടക്കുന്നത്. ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആദ്യം ലെഫ്റ്റ് ആട്രിയത്തിൽ വരും, ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും ബ്ലഡ്. ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ഈ ബ്ലഡിനെ നമ്മുടെ ബോഡി പാർട്സിലേക്ക്, എല്ലാ ബോഡി പാർട്സിലേക്കും പമ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ദ ബ്ലഡ് ടു ഓൾ ബോഡി പാർട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അയോട്ട. ഒരു ലാർജ് ആർട്ടറി ഉണ്ട് അയോട്ട. അയോട്ടയുടെ ഹെൽപ്പോടെ സോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ഡിഫറെന്റ് ആർട്ടറീസിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകും. ഓക്കെ, അതാണ് ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ റൂട്ട്. ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ആർട്ടറിയിൽ വന്നു, അവിടുന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്നു. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കുള്ള ആ ഒരു ബ്ലഡിന്റെ ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യുന്ന വാൾസ് സെമി ലൂണാർ വാൾസ് ആണ്. ഓക്കെ, ബ്ലഡ് ഫ്ലോ ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു അയോട്ട. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കുള്ള ബ്ലഡിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് സെമി ലൂണാർ വാൽവാണ്. ദെൻ വേറൊരു സ്ഥലത്തും കൂടി വരുന്നുണ്ട് സെമി ലൂണാർ വാൽവ്, റൈറ്റ് സൈഡില്. അപ്പൊ റൈറ്റ് സൈഡില് നമ്മൾ പറഞ്ഞു എന്ത് ബ്ലഡ് ആണ്? റൈറ്റ് സൈഡില് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്കെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആദ്യം റൈറ്റ് ആട്രിയത്തിൽ വരും. ഓക്കെ, റൈറ്റ് ആട്രിയത്തിലേക്ക് വരുന്നത് നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്നുള്ള വെയിൻസ്. നമ്മുടെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വെയിൻസ്,
ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നവരാണ് വെയിൻസ്. സോ വെയിൻസ് വഴി നമ്മുടെ വെയിൻസിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിന് നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള പേരാണ് വീന കാവ. എ നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് കോൾഡ് വീന കാവ. സോ വീന കാവ വഴി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആദ്യം എവിടെ എത്തും? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആദ്യം റൈറ്റ് ആട്രിയത്തിലെത്തും. റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. Then from right ventricle the blood moves to lungs. Right ventricle in ഈ blood ലങ്സിലേക്ക് പോവും ത്രൂ പൾമണറി ആർട്ടറി. ഓക്കെ, പൾമണറി ആർട്ടറി വഴി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് പോകും. ലങ്സിലാണ് ഓക്സിജനേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ആട്രിയത്തിൽ വന്നു, റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ വന്നു, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് പോകും ത്രൂ പൾമണറി ആർട്ടറി. ലങ്സിലേക്ക് എന്തിനാ പോകുന്നത്? ഓക്സിജനേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ലങ്സിലേക്ക് പോകുന്നത്. തിരിച്ച് ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ടാണ് വന്നത്. സോ ഓക്സിജനേഷൻ നടക്കാൻ വേണ്ടി ലങ്സിലേക്ക് പോകും ത്രൂ പൾമണറി ആർട്ടറി. അപ്പൊ അവിടെ നമ്മുടെ സെമി ലൂണാർ വാൽവ് വരുന്നുണ്ട്. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുന്നതും സെമി ലൂണാർ വാൽവ്സ് ആണ്. ഓക്കെ, സോ സെമി ലൂണാർ വാൽവ്സ് they will regulate the blood flow from left ventricle to aorta and right ventricle to pulmonary artery. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ, അതുപോലെ തന്നെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ, ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്നത് സെമി ലൂണാർ വാൽവ്സ് ആണ്. അപ്പൊ വാൽവിന്റെ ഒക്കെ ഫംഗ്ഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ട്രൈകസ്പിഡ്, ബൈകസ്പിഡ് ആൻഡ് സെമി ലൂണാർ വാൽവ്സ്. ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും? റോസിയ. ഹലോ മിസ്. റോസിയ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് tricuspid and bicuspid valve? The valves allow the blood flow from atria to the ventricle and from ventricle to pulmonary artery. ഇല്ല, വെൻട്രിക്കിൾ ടു പൾമണറി ആർട്ടറി നമ്മുടെ ട്രൈകസ്പിഡും ബൈകസ്പിഡും വരില്ല. ആദ്യം മോള് പറഞ്ഞത് ശരി, ആട്രിയ ടു വെൻട്രിക്കിൾ കേട്ടോ, അത്രേ ഉള്ളൂ. ആട്രിയ രണ്ട് സൈഡിലും, ഒരു സൈഡില് ട്രൈകസ്പിഡ്, ഒരു സൈഡില് ബൈകസ്പിഡ്. ആട്രിയ ടു വെൻട്രിക്കിൾ അത്രയും മതി കേട്ടോ. പൾമണറി ആർട്ടറിയിലേക്കുള്ളത് ആരാ കൺട്രോൾ ചെയ്യുന്നത്? സെമി ലൂണാർ വാൽവ്സ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ സെമി ലൂണാർ വാൽവ്സ് ആണ് ലെഫ്റ്റ് ആട്രിയെന്ന് വെൻട്രിക്കിൾ വരെയുള്ളതാണ് നമ്മുടെ ട്രൈകസ്പിഡും ബൈകസ്പിഡും ചെയ്യുന്നുള്ള ആട്രിയ ടു വെൻട്രിക്കിൾ. ദെൻ വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കുള്ളതും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കുള്ളതും കൺട്രോൾ ചെയ്യുന്നത് സെമി ലൂണാർ വാൽവ്സ് ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. പൾമണറി ആർട്ടറിയും അയോട്ടയും സെയിം ആണോ? അല്ലല്ല, പൾമണറി ആർട്ടറി അയോട്ടയും സെയിം അല്ല. ഞാൻ കാണിച്ചു തരാം, ഫിഗറിൽ കാണിച്ചു തരാം. അതായത് ദേ അത് വരച്ചപ്പം നമ്മൾ ഒരേ പ്ലേസിൽ കൊടുത്തേ. ഇതാണ് പൾമണറി ആർട്ടറി. ദേ ഇതാണ് പൾമണറി ആർട്ടറി. അതായത് റൈറ്റ് വെൻട്രിക്കിള്, റൈറ്റ് ആട്രിയത്തില് നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ആരാ? കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് കൂടുതലുള്ള ബ്ലഡ്. അത് റൈറ്റ് ഇങ്ങോട്ട് പോവാ, ലങ്സിലേക്ക് പോവാ. ആ പോകുന്നത് ഈ ഒരു പൾമണറി ആർട്ടറി വഴിയാണ്. ഇതാണ് പൾമണറി ആർട്ടറി. ഓക്കെ, ഇനി അയോട്ട എന്താന്ന് പറയാം. ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് നമ്മുടെ എല്ലാ ബോഡി പാർട്സിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യണത്. എല്ലാ സ്ഥലത്തും ബ്ലഡ് എത്തണം. എല്ലാ സ്ഥലത്തും ബ്ലഡ് എത്തണമെങ്കിൽ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഈ ഒരു ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫോഴ്സ് കൊടുത്തിട്ടാണ് പമ്പ് ചെയ്യണത്. എന്നാൽ മാത്രമാണ് എല്ലാ ബോഡി പാർട്ടിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ അത് പമ്പ് ചെയ്യുന്നത്, ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഈ ഒരു ആർട്ടറി വഴിയാണ്. ഈ കാണുന്ന വലിയൊരു ആർട്ടറി, ഇതാണ് അയോട്ട. ഓക്കെ, ഈ ഒരു അയോട്ട വഴി ഡിഫറെന്റ് പാർട്സിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പൾമണറി ആർട്ടറി ബ്ലഡിനെ ലങ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. അയോട്ട ഡിഫറെന്റ് പാർട്സിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബ്ലഡിന്റെ മൂവ്മെന്റിനെ സെമി ലൂണാർ വാൽവ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെ സെമി ലൂണാർ വാൽവ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ അയോട്ടയിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അതുപോലെ തന്നെ പൾമണറി ആർട്ടറി ക്യാരി ചെയ്തുകൊണ്ടുവന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്. കണ്ടക്ടിങ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട്
പ്രത്യേകിച്ച് ഒരു സ്റ്റിമുലേഷൻ ഇല്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ബാക്കി നമ്മുടെ ബോഡിയിലെ ഓരോ ആക്ഷൻസിനും നമ്മുടെ നെർവസ് സിസ്റ്റം ഇൻവോൾവ് ആണ്. അപ്പൊ നെർവസ് സിസ്റ്റം ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഓരോ ആക്ഷൻസ് അവിടെ നടക്കുന്നത്. ഹാർട്ടിന്റെ കേസിൽ അങ്ങനെയല്ല. ഹാർട്ടിന്റെ കേസിൽ നെർവസ് സിസ്റ്റത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഈ ഹാർട്ട് കണ്ടിന്യൂസ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണേല്. ഓക്കെ, ഹാർട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ബീറ്റ് ചെയ്യാം. അവിടെ ഈ ഒരു ഹാർട്ടിന്റെ ബീറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് നോഡൽ ടിഷ്യൂസ്, ബണ്ടിൽസ് ആൻഡ് ഫൈബേഴ്സ്. ഓക്കെ, 3 പേരാണ് നോഡൽ ടിഷ്യൂസ്, ബണ്ടിൽസ് ആൻഡ് ഫൈബേഴ്സ്. ഇവരാണ് ഹാർട്ടിന്റെ ബീറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ നമ്മുടെ ഹാർട്ടില് നെർവസ് സിസ്റ്റത്തിന് അതിന്റെ ബീറ്റ് ചെയ്യുന്നില്ല, ഹാർട്ട് ബീറ്റിൽ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഹാർട്ടിൽ ഒരു പേര് പറയും, ഇറ്റ് ഈസ് കോൾഡ് മയോജനിക് ഹാർട്ട്. നെർവസ് സിസ്റ്റത്തിന്റെ റോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ന്യൂറോജനിക് ഹാർട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നെർവസ് സിസ്റ്റത്തിന് ഒരു റോളും ഇല്ല. നെർവസ് സിസ്റ്റം അല്ല തീരുമാനിക്കുന്നത് നമ്മുടെ ഹാർട്ട് എങ്ങനെയാണ് ബീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹാർട്ടിന് പറയുന്നത് മയോജനിക് ഹാർട്ട് എന്നാണ്. സോ ഹാർട്ടിന്റെ ബീറ്റിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? നോഡൽ ടിഷ്യൂസ്, ബണ്ടിൽസ് ആൻഡ് ഫൈബേഴ്സ്. ഇവരാണ് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ, ഹാർട്ട് എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോഡൽ ടിഷ്യൂസ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നോഡൽ ടിഷ്യൂസ്. സോ നോഡൽ ടിഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ വാൾസിൽ പ്രസന്റ് ആയിട്ടുള്ള മസിൽസ്, അതാണ് നോഡൽ ടിഷ്യൂവിൽ വന്നിട്ടോ. ഹാർട്ട് വാളിൽ പ്രസന്റ് ആയിട്ടുള്ള, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാർഡിയാക് മസിൽസ്. ഹാർട്ടിന്റെ വാളിൽ പ്രസന്റ് ആയിട്ടുള്ള മസിൽസിന് നമ്മൾ കാർഡിയാക് മസിൽസ് എന്നാണ് പറയുന്നത്. ഈ കാർഡിയാക് മസിൽസിൽ വരുന്ന ചിലരാണ് ഈ നോഡൽ ടിഷ്യൂസിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, നോഡൽ ടിഷ്യൂസ് ഫോം ചെയ്യുന്നത് കാർഡിയാക് മസിൽസിൽ വരുന്നവരാണ്. 2 ടൈപ്പ് നോഡൽ ടിഷ്യൂസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തത് സൈനോ ആട്രിയൽ നോഡ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് നോഡൽ ടിഷ്യൂ ആണ് സൈനോ ആട്രിയൽ നോഡ്. ഓക്കെ, ഓർ എസ്എ നോഡ് എന്ന് പറയും, എസ്എ നോഡ്. സെക്കൻഡ് വൺ ആണ് ആട്രിയോ വെൻട്രിക്കുലാർ നോഡ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് AV നോഡ്, AV നോഡ്. ഓക്കെ, 2 ടൈപ്പ് നോഡൽ ടിഷ്യൂസ് ഉണ്ട്. ഫസ്റ്റ് വൺ സൈനോ ആട്രിയൽ നോഡ് ഓർ എസ്എ നോഡ് ഓർ എസ്എ എന്ന് പറയും. സെക്കൻഡ് വൺ ആട്രിയോ വെൻട്രിക്കുലാർ നോഡ് ഓർ AVN. ഇതില് സൈനോ ആട്രിയൽ നോഡിന് ഒരു പേരുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട്. പേസ് മേക്കർ ഓഫ് ഹാർട്ട്, അതായത് ഹാർട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യുന്നത് ആര് കാരണമാണ്? ഈ ഒരു എസ്എ നോഡ് കാരണമാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്റ്റിമുലേഷനും വേണ്ട അല്ലെ, ഹാർട്ട് ഇങ്ങനെ ഒരാളുടെ ലൈഫ് ടൈം മുഴുവൻ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് ആ ബീറ്റിംഗ് നിൽക്കുന്നത് അപ്പൊ അയാൾ ഡൈ ആയി എന്നാണ് അർത്ഥം. അപ്പൊ ഹാർട്ടിന്റെ ബീറ്റിങ്ങില് റോളല്ല, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബീറ്റ് ആട്രിയൽ നോഡ് കാരണമാണ് ഹാർട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അതിനൊരു പേര് പറയും എസ്എ നോഡിന്. ഇറ്റ് ഈസ് കോൾഡ് ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട്. അപ്പൊ ഈ ഒരു പാർട്ടിന്ന് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ നമ്മൾ പറയില്ലേ പേസ് മേക്കർ, ബോഡിയിൽ ഹാർട്ടിൽ പേസ് മേക്കർ ഘടിപ്പിച്ചു എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പേസ് മേക്കർ ഒരാളുടെ ബോഡിയിൽ, ഒരാളുടെ ഹാർട്ട് ബീറ്റ് അത്ര റെഗുലർ അല്ല. ഒരു പേഷ്യന്റ് ആണ്, ഹാർട്ട് പേഷ്യന്റ് ആണ്, അയാളുടെ ഹാർട്ട് ബീറ്റിംഗ് അത്ര റെഗുലർ അല്ല, ഇറഗുലർ ആയിട്ടാണ് ഹാർട്ട് ബീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ അവിടെ അയാളുടെ ബോഡിയിൽ പേസ് മേക്കർ ഘടിപ്പിക്കണം. അപ്പൊ പേസ് മേക്കർ ഏത് പാർട്ടിലായിരിക്കും ഘടിപ്പിക്കുക? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പേസ് മേക്കർ എവിടെയായിരിക്കും? എസ്എ നോഡ്. എസ്എ നോഡ് എവിടെയാണുള്ളത് ആ ഒരു പാർട്ടിലായിരിക്കും പേസ് മേക്കർ, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു പേസ് മേക്കർ വെച്ച് പിടിപ്പിക്കുക. അതിന് റീസൺ ഇതാണ്, എസ്എ നോഡിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് അവിടെ ഹാർട്ട് ബീറ്റില് ഇറഗുലാരിറ്റീസ് ഉണ്ടാവുക. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. എസ്എ നോഡാണ് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട്. ഹാർട്ടിലെ പേസ് മേക്കർ എന്നാണ് നമ്മൾ എസ്എ നോഡിനെ പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് പേസ് മേക്കർ. ക്ലിയർ ആണോ? എസ്എ നോഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എസ്എ നോഡ് ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ക്ലിയർ ആണ് മിസ്. സെക്കൻഡ് വൺ ആട്രിയോ വെൻട്രിക്കുലാർ നോഡ്. അത് നമ്മൾ അധികം ഡീറ്റെയിൽസ് ഒന്നുമില്ല, എസ്എ നോഡാണ് മെയിൻ ആയിട്ട് അവിടെ നോക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ പറയുന്നത്. അതായത് ഏത് സമയത്തും എപ്പോഴും ഒരു സ്റ്റിമുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ AV നോഡിൽ നിന്ന്, അപ്പൊ എസ്എ നോഡാണ്
എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പേസ് മേക്കർ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റിമുലേഷൻ, ഒരു ഹാർട്ട് ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റിമുലേഷൻ ആദ്യം തന്നെ ഫോം ചെയ്യുന്നത് SA നോഡാണ്. ഓക്കെ, അപ്പൊ SA നോഡാണ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. സോ ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യണത് SA നോഡിൽ നിന്നാണ്. ദെൻ SA നോഡ് അവിടെ മാത്രം ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ത്രൂ ഔട്ട് ഈ ഒരു ഹാർട്ട് നമ്മുടെ ആ ഒരു ബീറ്റിംഗ്, ആ ഒരു സ്റ്റിമുലേഷൻ ത്രൂ ഔട്ട് ഈ ഒരു ഹാർട്ട് പാസ് ചെയ്യണം. സോ SA നോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ബീറ്റിംഗ് അതെങ്ങോട്ട് ചെല്ലും? ആദ്യം AV നോഡിലേക്ക് ചെല്ലും. ഓക്കെ, സോ ഇവിടെയാണ് SA നോഡ്. ഓക്കെ, സോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ SA നോഡ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ SA നോഡിൽ നിന്ന് ആ ഒരു സ്റ്റിമുലേഷൻ എവിടെ എത്തും? ഇവിടെ AV നോഡിലെത്തും. ഇതാണ് AV നോഡ്. SA നോഡിൽ നിന്ന് ആ ഒരു സ്റ്റിമുലസ് AV നോഡിലെത്തും. ദെൻ AV നോഡിൽ നിന്ന് കുറെ ബണ്ടിൽസ്, എ ഗ്രൂപ്പ് ഓഫ് ബണ്ടിൽസ് arising ഫ്രം AV നോഡ്. AV നോഡിൽ നിന്ന് ഇങ്ങനെ കുറെ ബണ്ടിൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് AV ബണ്ടിൽസ്. AV ബണ്ടിൽസ്, ദാറ്റ് ഇസ് ആട്രിയോവെൻട്രിക്കുലാർ ബണ്ടിൽസ്. AV നോഡിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ബണ്ടിൽസ് ഫൈബേഴ്സ് ആണ് കാർഡിയാക് ഫൈബേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. AV നോഡിൽ നിന്ന് ഇങ്ങനെ കുറെ ബണ്ടിൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ബണ്ടിൽസ് എന്ത് ചെയ്യും? ഈ ബണ്ടിൽസ് വെൻട്രിക്കിലേക്കൂടെ പാസ് ചെയ്യും. ഓക്കെ, ഞാൻ നമ്മളുടെ വരയ്ക്കുന്ന ഫിഗറിൽ കാണിച്ചു തരാം, ഇതിൽ കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, ഈ ഒരു പാർട്ടിലായിട്ടാണ് നമ്മുടെ SA നോഡ് പ്രസന്റ് ആയിട്ടുള്ളത്. SA നോഡിൽ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റിമുലേഷൻസ് എങ്ങോട്ട് വരും? ഇവിടെയുള്ള AV നോഡിലേക്ക് വരും. സോ ദിസ് വൺ ഈസ് ദ AV നോഡ്. ഓക്കെ, രണ്ടുപേരും റൈറ്റ് ആട്രിയത്തിന്റെ വോൾസിലാണ് കേട്ടോ SA നോഡും AV നോഡും പ്രസന്റ് ആയിട്ടുണ്ടാവാം. ദെൻ AV നോഡിൽ നിന്ന് കുറെ ബണ്ടിൽസ് ഫോം ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേരാണ് AV ബണ്ടിൽസ്. AV ബണ്ടിൽസ്. സോ AV ബണ്ടിൽസ് നേരെ എങ്ങോട്ട് എൻ്റർ ചെയ്യും? വെൻട്രിക്കിൾസിലേക്ക് എൻ്റർ ചെയ്യും. റൈറ്റ് വെൻട്രിക്കിളിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും എൻ്റർ ചെയ്യും. സോ AV ബണ്ടിൽസ് ഡിവൈഡ് ചെയ്തിട്ട് റൈറ്റ് വെൻട്രിക്കിളിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും എൻ്റർ ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കിളിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഉള്ളിൽ വെച്ചിട്ട് AV ബണ്ടിൽസ് വീണ്ടും ചെറിയ ചെറിയ ഫൈബേഴ്സ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, AV ബണ്ടില് റൈറ്റ് വെൻട്രിക്കിളിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഉള്ളിലേക്ക് വന്നു. അവിടെ ചെറിയ ചെറിയ ഫൈബേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഫൈബേഴ്സിന് പറയുന്ന പേരാണ് പർക്കിഞ്ചെ ഫൈബേഴ്സ്. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ, രണ്ട് വെൻട്രിക്കിളിലും ഉണ്ട് പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഓക്കെ, അപ്പൊ SA നോഡാണ് ജനറേറ്റ് ചെയ്തത്. ആ ഒരു സ്റ്റിമുലേഷൻ ഫോം ചെയ്തത് SA നോഡാണ്. SA നോഡ് ജനറേറ്റ് ചെയ്ത ആ ഒരു സ്റ്റിമുലസ് എവിടെ എത്തി? AV നോഡിലെത്തി. AV നോഡിൽ നിന്ന് AV ബണ്ടിൽസ് റൈസ് ചെയ്യുന്നുണ്ട്. AV ബണ്ടിൽസ് വഴി അത് AV ബണ്ടില് വെൻട്രിക്കിളിലേക്ക് എൻ്റർ ചെയ്തു. വെൻട്രിക്കിളില് അത് രണ്ട് സൈഡിലേക്കും ഡിവൈഡ് ചെയ്തു. റൈറ്റ് വെൻട്രിക്കിളിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും ഡിവൈഡ് ചെയ്തു. ദെൻ സ്മോൾ വെൻട്രിക്കിളിന്റെ ഉള്ളിൽ വെച്ചിട്ട് സ്മോൾ ഫൈബേഴ്സ് ആയിട്ട് ഫോം ചെയ്തു. ആൻഡ് ദിസ് ഫൈബേഴ്സ് ആർ കോൾഡ് പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഓക്കെ, അപ്പൊ ഈ പർക്കിഞ്ചെ ഫൈബേഴ്സിനെയും AV ബണ്ടിൽസിനെയും ചേർത്തിട്ട് നമ്മളൊരു പേര് പറയും, പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഒരു മിനിറ്റ്, ഈ സഫ്വാന എന്നുള്ള ഐഡിയയിൽ കയറിയിരിക്കുന്ന കുട്ടി ആരാ? മുഹമ്മദ് യാസിൻ. ആരാ? മുഹമ്മദ് യാസിൻ. മുഹമ്മദ് യാസിൻ. മുഹമ്മദ് ഓക്കെ ഓക്കെ ഓക്കെ, അഹമ്മദ് യാസിൻ. Okay. So Purkinje fibers together with the AV bundles. AV node in ആദ്യം എന്ത് ഫോം ചെയ്തു? AV bundle ഫോം ചെയ്തു. ഈ യെല്ലോ കളറിൽ കാണിച്ചേക്കുന്ന AV bundle. Then AV bundle വീണ്ടും ഡിവൈഡ് ചെയ്ത് Purkinje fibers ആയിട്ട് മാറി വെൻട്രിക്കിളിന്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പൊ ഇത്രയും പേര് ഒരുമിച്ച് ഇത്രയും പേർക്ക് ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. സോ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറഞ്ഞാൽ AV bundles together with Purkinje fibers. That is the bundle of His. Bundle of His. ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ കണ്ടക്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. AV നോഡാണ് SA നോഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. SA നോഡ് അത് AV നോഡിലേക്ക് കൊടുക്കും. AV നോഡാണ് ത്രൂ ഔട്ട് ആ ഒരു ഹാർട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. AV നോഡിന് AV ബണ്ടിൽ ഫോം ചെയ്യും. AV ബണ്ടിൽ ഓരോ വെൻട്രിക്കിളിന്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യും. അവിടെ അത് Purkinje ഫൈബേഴ്സ് ഫോം ചെയ്യും.
ഈ ഒരു പർക്കിൻജെ ഫൈബേഴ്സ് വഴിയാണ് ത്രൂ ഔട്ട് അവർ ഹാർട്ട് ഈ ഒരു അവിടെ ഫോം ചെയ്ത ആ ഒരു സ്റ്റിമുലസ് എത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് മൊത്തത്തിൽ ബീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു SA നോഡ് എപ്പോഴും ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത് 70 to 75 per minute ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ SA നോഡ് ജനറേറ്റ്സ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്? സ്റ്റിമുലസ് വന്നതൊക്കെ നമ്മുടെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും, അതായത് സ്റ്റിമുലസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു സ്റ്റിമുലസ് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നത്. സോ SA നോഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ഏത് റേറ്റിൽ? 70 to 75 ആക്ഷൻ പൊട്ടൻഷ്യൽസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 70 മുതൽ 75 വരെ ആക്ഷൻ പൊട്ടൻഷ്യൽസ് SA നോഡ് ജനറേറ്റ് ചെയ്യും. നമുക്കറിയാലേ അറൌണ്ട് 72 ടൈംസ് ആണ് ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ SA നോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. 70 to 75 ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ് ഒരു മിനിറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ ഹാർട്ട് ബീറ്റ് ഫോം ചെയ്യുന്നത്. ഹാർട്ട് ബീറ്റ് ഈസ് ജനറേറ്റഡ്. നമ്മുടെ SA നോഡ് പ്രത്യേകിച്ച് സ്റ്റിമുലസ് ഒന്നും വേണ്ട, പുറത്തുനിന്ന് സ്റ്റിമുലസ് ഒന്നും വേണ്ട, തന്നെ ഇങ്ങനെ ഈ ഒരു മിനിറ്റിൽ ഏകദേശം 70 മുതൽ 75 വരെ ആക്ഷൻ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സാധാരണ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വരുമ്പോൾ മാത്രമാണ് അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. SA നോഡിന്റെ കേസിൽ അവിടെ പ്രത്യേകിച്ച് സ്റ്റിമുലസ് ഒന്നും വേണ്ട. SA നോഡ് പ്രത്യേകിച്ച് സ്റ്റിമുലസ് ഒന്നും ഇല്ലാതെ തന്നെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയും SA നോഡ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഓട്ടോ എക്സൈറ്റബിൾ. SA node is auto excitable. Auto excitable means പ്രത്യേകിച്ച് അവിടെ സ്റ്റിമുലസ് ഒന്നും വേണ്ട, സ്റ്റിമുലസ് ഒന്നും ഇല്ലാതെ തന്നെ അത് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓട്ടോ എക്സൈറ്റബിൾ എന്ന് പറയുന്നത്. തന്നെ എക്സൈറ്റബിൾ ആവും. മറ്റത് പ്രത്യേകിച്ച് സ്റ്റിമുലസ് ഒന്നും വേണ്ട എക്സൈറ്റേഷന് വേണ്ടിയിട്ട്. തന്നെ എക്സൈറ്റഡ് ആയി ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തു, അത് എല്ലാ സ്ഥലത്തേക്കും AV ബണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ കണ്ടക്ടിങ് സിസ്റ്റം. അപ്പൊ ഇവിടുന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു പാർട്ട് വിച്ച് ഇസ് ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ SA നോഡിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എത്ര ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് 70 to 75. ദെൻ ബണ്ടിൽ ഓഫ് ഹിസ് എന്താണ്? ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർക്കിൻജെ ഫൈബേഴ്സ് ടുഗദർ വിത്ത് AV ബണ്ടിൽസ്, ദാറ്റ് ഫോംസ് ബണ്ടിൽ ഓഫ് ഹിസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹാർട്ടിന്റെ കണ്ടക്ടിങ് സിസ്റ്റം ക്ലിയർ ആണ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. നോഡൽ ടിഷ്യൂസ് ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. SA നോഡിന് പ്രത്യേകിച്ച് ഒരു പുറത്തുനിന്ന് സ്റ്റിമുലസ് ഒന്നും ഇല്ലാതെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ദാറ്റ് ഇസ് ഓട്ടോ എക്സൈറ്റബിൾ. തന്നെ എക്സൈറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓട്ടോ എക്സൈറ്റബിൾ. ദെൻ ഇറ്റ് മെയിൻറ്റെയിൻസ് ആക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് എ റേറ്റ് ഓഫ് 70 to 75 per minute. സോ ഇറ്റ് ഈസ് കോൾഡ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. ഏകദേശം 70 മുതൽ 75 വരെ ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഒരു മിനിറ്റിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പാർട്ട് എന്ന് പറയുന്നത് കാർഡിയാക് സൈക്കിൾ ആണ്. കാർഡിയാക് സൈക്കിൾ. സോ കാർഡിയാക് സൈക്കിളിൽ വരുന്നത് ഒരു ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ, ഒരു ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ അത് എൻഡ് ചെയ്ത് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള ആ ഒരു ടൈം പീരീഡ് ആണ് ഒരു കാർഡിയാക് സൈക്കിൾ. അതായത് ഒരു ഹാർട്ട് ബീറ്റിന്റെ ടൈം ഡ്യൂറേഷൻ, ഒരു ഹാർട്ട് ബീറ്റിന്റെ ഡ്യൂറേഷൻ, അതിനാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ഡ്യൂറേഷൻ ഓഫ് വൺ ഹാർട്ട് ബീറ്റ്. ഒരു ഹാർട്ട് ബീറ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0.8 seconds. The duration of one heartbeat is 0.8 seconds. ഓക്കെ, ഒരു ഹാർട്ട് ബീറ്റിന്റെ ഡ്യൂറേഷൻ 0.8 seconds ആണ്. നമുക്കറിയാം ഒരു മിനിറ്റിൽ അറൌണ്ട് 72 ടൈംസ് ഒക്കെ, ആവറേജ് 72 ടൈംസ് ആണ് ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, പെർ മിനിറ്റ് 72 ടൈംസ്. ഓക്കെ, ഒരു ഹാർട്ട് ബീറ്റിന്റെ ഡ്യൂറേഷൻ 0.8 seconds ആണ്. ഒരു മിനിറ്റിൽ ഏകദേശം 70 to 75. നമുക്കറിയാലോ SA നോഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തത് ആ ഒരു റേറ്റിലാണ്, 70 to 75. ആവറേജ് വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. 72 ടൈംസ് ആണ് ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇനി
നമ്മൾ പറഞ്ഞു 0.8 സെക്കൻഡ്സ് ആണ് ഒരു കാർഡിയാക് സൈക്കിളിന്റെ ഡ്യൂറേഷൻ. ഓക്കെ, 0.8 സെക്കൻഡ്സിൽ 0.1 സെക്കൻഡ്, 0.3, 0.4. ഓക്കെ, ഒരു കാർഡിയാക് സൈക്കിളിൽ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് വൺ ആട്രിയൽ സിസ്റ്റോൾ, atrial systole. Second one, ventricular systole. Then third one, joint diastole. 3 സ്റ്റേജസ് ആണ് ഒരു കാർഡിയാക് സൈക്കിളിലുള്ളത്. ആദ്യത്തെ സ്റ്റേജ് ആണ് ആട്രിയൽ സിസ്റ്റോൾ ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ ഓൺലി 0.1 സെക്കൻഡ്സ്. 0.1 സെക്കൻഡ് മാത്രം ഉള്ളതാണ് ആട്രിയൽ സിസ്റ്റോൾ. ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്യാനുള്ള ടൈമാണോ 0.8 സെക്കൻഡ്? 0.8 സെക്കൻഡ്. കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ബീറ്റിന്റെ ടൈമിനാണ് കേട്ടോ. അതാണ് 0.8 സെക്കൻഡ്. ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം അതാണ് 0.8 സെക്കൻഡ്സ്. ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ഹാർട്ട് ബീറ്റ്. അപ്പൊ ആ 1 ഹാർട്ട് ബീറ്റിൽ ഒരു ഹാർട്ട് ബീറ്റിലുള്ള 3 സ്റ്റേജസ് ആണ്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് ആട്രിയൽ സിസ്റ്റോൾ. ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എത്ര സമയമുള്ളൂ? 0.1 സെക്കൻഡ് മാത്രമാണുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റേജ് ആണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. വെൻട്രിക്കുലാർ സിസ്റ്റോളിന്റെ ടൈം എന്ന് പറയുന്നത് 0.3 സെക്കൻഡ്സ് ആണ്. 0.3 സെക്കൻഡ്സ് ഉണ്ട് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ദെൻ ലാസ്റ്റ് വൺ ആണ് ജോയിന്റ് ഡയാസ്റ്റോൾ. ജോയിന്റ് ഡയാസ്റ്റോളിന്റെ ടൈം എന്ന് പറയുന്നത് 0.4 സെക്കൻഡ്സ് ആണ്. അപ്പൊ പകുതി സമയവും ജോയിന്റ് ഡയാസ്റ്റോൾ ആണ്. ബാക്കി വരുന്നത് 0.1 സെക്കൻഡ് ആട്രിയൽ സിസ്റ്റോളും 0.3 സെക്കൻഡ്സ് വെൻട്രിക്കുലാർ സിസ്റ്റോളും ആണ് വന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഈ സിസ്റ്റോൾ എന്താണ്, ഡയാസ്റ്റോൾ എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം. സിസ്റ്റോൾ ആൻഡ് ഡയാസ്റ്റോൾ, അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഹാർട്ട് ബീറ്റിൽ 2 ഫേസസ് ഉണ്ട്. ഒരു കോൺട്രാക്ഷൻ ഫേസും ഒരു റിലാക്സേഷൻ ഫേസും ഉണ്ട്. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന ഒരു ഫേസും ഉണ്ട്, ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന, ഹാർട്ടിന്റെ ചേംബേഴ്സ് അതായത് നമ്മുടെ ആട്രിയോം വെൻട്രിക്കിളും ഒക്കെ കോൺട്രാക്ട് ചെയ്യുന്ന ഒരു ഫേസും ഉണ്ട്, അത് റിലാക്സ് ചെയ്യുന്ന ഒരു ഫേസും ഉണ്ട്. അപ്പൊ ഈ കോൺട്രാക്ഷൻ ഫേസിന് പറയുന്ന പേരാണ് സിസ്റ്റോൾ. കോൺട്രാക്ഷൻ ഫേസ് ആണ് സിസ്റ്റോൾ. റിലാക്സേഷൻ ഫേസ് ആണ് ഡയാസ്റ്റോൾ. ഹാർട്ടിന്റെ ചേംബേഴ്സ് റിലാക്സ് ചെയ്യുന്ന ഫേസ് ആണ് ഡയാസ്റ്റോൾ. ഓക്കെ, അപ്പൊ ആട്രിയൽ സിസ്റ്റോൾ, ആട്രിയൽ സിസ്റ്റോൾ കാരണം സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്ഷൻ ഫേസ്. ദെൻ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുക, റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും കോൺട്രാക്ട് ചെയ്യുന്ന ഫേസ് ആണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. രണ്ടുപേരും റിലാക്സ് ചെയ്യുന്ന ഫേസ് ആണ് ജോയിന്റ് ഡയാസ്റ്റോൾ. സോ ആട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, ജോയിന്റ് ഡയാസ്റ്റോൾ. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്ട് ചെയ്യുന്ന ഫേസ് ആണ്, റിലാക്സ് ചെയ്യുന്ന ഫേസ് ആണ് ഡയാസ്റ്റോൾ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫേസസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആട്രിയൽ സിസ്റ്റോൾ. ഇപ്പൊ സിസ്റ്റോള് കോൺട്രാക്ഷൻ ഫേസ് ആണ്, ഡയാസ്റ്റോൾ റിലാക്സേഷൻ ഫേസ് ആണ്. ഓക്കെ, ഫിദ ക്ലിയർ ആണേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. രാഹുൽ മിസ്സേ ചോദിച്ചോ റോസിയ? സിസ്റ്റോളിന്റെ ഒന്നും കൂടി പറയൂ. സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ചെയ്യുന്ന ഫേസ് ആണ്. അതായത് കോൺട്രാക്ഷൻ ഫേസ് രണ്ടും നമ്മൾ പറയില്ലേ, കോൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, കോൺട്രാക്ട് ചെയ്യുന്ന ഫേസ്, കോൺട്രാക്ട് ചെയ്യുന്ന ഫേസിനാണ് നമ്മൾ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ രണ്ടുപേരും കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാർട്ടിന്റെ ഫിഗർ കാണിച്ചു തരാം. അതായത് അപ്പർ ചേംബേഴ്സ് ഉണ്ടല്ലോ, ആട്രിയം കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, വെൻട്രിക്കിൾസും കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ആട്രിയം കോൺട്രാക്ട് ചെയ്യുന്ന അതിനാണ് നമ്മൾ ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ ഫേസ് ആണ്, കോൺട്രാക്ട് ചെയ്യുന്നതാണ് സിസ്റ്റോൾ. ഓക്കെ, കോൺട്രാക്ഷൻ ആണ് സിസ്റ്റോൾ. റിലാക്സ് ചെയ്യുന്നതാണ് ഡയാസ്റ്റോൾ. ആട്രിയ കോൺട്രാക്ട് ചെയ്യുന്നത് ആട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ, രണ്ടുപേരും റിലാക്സ് ചെയ്യുന്നത് ജോയിന്റ് ഡയാസ്റ്റോൾ. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ നമ്മൾ ഓരോന്നിലും എന്താണ് സംഭവിക്കുന്നത് നോക്കണം. ആട്രിയൽ സിസ്റ്റോളിൽ എന്ത് നടക്കും, വെൻട്രിക്കുലാർ സിസ്റ്റോളിൽ എന്ത് നടക്കും, ദെൻ ജോയിന്റ് ഡയാസ്റ്റോളിൽ എന്ത് നടക്കും, അതും കൂടി നമുക്ക് ഈ ഒരു കാർഡിയാക് സൈക്കിളിൽ നോക്കാനുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം ഇപ്പൊ ബ്ലഡ് ആദ്യം വന്ന് ഫില്ല് ചെയ്യുക ആട്രിയത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ആട്രിയൽ സിസ്റ്റോൾ നോക്കാം. ഫസ്റ്റ് വൺ ആട്രിയൽ സിസ്റ്റോൾ.
ഓക്കെ. സോ ഹാർട്ടില് ആട്രിയയില് രണ്ട് സൈഡിലുള്ള ആട്രിയ, റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡില് ഓക്സിജനേറ്റഡ് ബ്ലഡ് വന്നു, റൈറ്റ് സൈഡില് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വന്നു. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്ന ആട്രിയൽ സിസ്റ്റോൾ ആണ് കേട്ടോ. സോ ആട്രിയയുടെ ഉള്ളിലേക്ക് ബ്ലഡ് വന്നു, രണ്ട് സൈഡിലുള്ള ആട്രിയയുടെ ഉള്ളിലേക്ക് ബ്ലഡ് വന്നു, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആട്രിയയുടെ ഉള്ളിലേക്ക് ബ്ലഡ് വന്നു. ഇവിടെ ആരാണ് കൊണ്ടുവരുന്നത്? ഇവിടെ ആരായിരുന്നു ബ്ലഡ് കൊണ്ടുവന്ന ആള്? എവിടെന്നാ ബ്ലഡ് ഇങ്ങോട്ട് വന്നത്? ലെഫ്റ്റ് ആട്രിയയിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടെന്നാ വരുന്നത്? ലങ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ? സോ ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ആട്രിയയിലേക്ക് വന്നു. അത് കൊണ്ടുവരുന്ന ആളുടെ പേരാണ് പൾമണറി വെയിൻ. ഓക്കെ. സോ പൾമണറി വെയിൻ ലെഫ്റ്റ് ആട്രിയയിലേക്ക് ബ്ലഡ് കൊണ്ടുവന്നു. ഇനി റൈറ്റ് ആട്രിയയിലേക്ക് വീന കാവ. കാരണം റൈറ്റ് ആട്രിയയിലേക്ക് വന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. നമ്മുടെ ബോഡിയുടെ പല പാർട്ടിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ള വെയിൻസ് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ബ്ലഡ്. അപ്പൊ വെയിൻസിന്റെ ഒരു നെറ്റ്വർക്ക് ആണ് വീനക്കാവ. സോ വീനക്കാവ വഴി റൈറ്റ് ആട്രിയത്തിലേക്കും ബ്ലഡ് വന്നു. അപ്പൊ രണ്ട് ആട്രിയത്തിലും ബ്ലഡ് നിറയുന്ന ആ ഒരു കണ്ടീഷൻ. അപ്പൊ രണ്ട് ആട്രിയത്തിലും ബ്ലഡ് നിറഞ്ഞു കഴിയുമ്പം ആട്രിയം കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. ആട്രിയത്തിൽ ബ്ലഡ് വന്ന് ഫില്ലായി തുടങ്ങുമ്പം ആട്രിയം കോൺട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ആട്രിയം കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള വാൽവ് ഓപ്പൺ ആവും. ഇപ്പൊ നിലവില് ഇവിടെ നമുക്കറിയാം ഇവിടെ ആരുണ്ട്? ഇവിടെ ട്രൈകസ്പിഡും ഇവിടെ ബൈകസ്പിഡും വാൽവ്സ് ഉണ്ട്. അത് കാരണം ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, തുറന്നിട്ടില്ല, വാൽവ്സ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുക. അപ്പൊ ആട്രിയയിൽ ബ്ലഡ് വന്നാൽ അത് വെൻട്രിക്കിളിലേക്ക് പോവില്ല. വാൽവ് ഓപ്പൺ ആയാൽ മാത്രമാണ് ബ്ലഡ് ആട്രിയെന്ന് വെൻട്രിക്കിളിലേക്ക് പോവുള്ളൂ. സോ ഇവിടെ ഇപ്പൊ ആട്രിയ നിറഞ്ഞു, ആട്രിയയിൽ ബ്ലഡ് വന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ആട്രിയയുടെ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ആട്രിയയുടെ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വാൽവ്സ് ഓപ്പൺ ആവും. ആട്രിയയുടെ കോൺട്രാക്ഷൻ നടന്നു കഴിയുമ്പോൾ വാൽവ്സ് ഓപ്പൺ ആവും. ബ്ലഡ് എവിടുന്ന് എങ്ങോട്ട് പോവും? ലെഫ്റ്റ് ആട്രിയെന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും പോവും, റൈറ്റ് ആട്രിയെന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കും പോവും. ഇത്രയും പ്രോസസ്സാണ് ആട്രിയൽ സിസ്റ്റോളിൽ നടക്കുന്നത്. ഓക്കെ. ആട്രിയൽ സിസ്റ്റോളിൽ നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതുവാണെങ്കിൽ ആദ്യം ആട്രിയ കോൺട്രാക്ട്. ഓക്കെ. ആട്രിയ കോൺട്രാക്ട് ചെയ്യും. ആട്രിയ എപ്പോഴാണ് കോൺട്രാക്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. റൈറ്റ് ആട്രിയയിലേക്ക് വീനക്കാവ വഴി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വരും, ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ലങ്സ് വഴി ഓക്സിജനേറ്റഡ് ബ്ലഡ് വരും. അങ്ങനെ റൈറ്റ് ആട്രിയവും ലെഫ്റ്റ് ആട്രിയവും ഫില്ലായി കഴിയുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് ടു കോൺട്രാക്ട്. ഓക്കെ. അപ്പൊ ആട്രിയ കോൺട്രാക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു സമയത്ത് വെൻട്രിക്കിൾസ് എങ്ങനെയാണ്? വെൻട്രിക്കിൾസ് റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അവിടെ ഒന്നുമില്ല, ബ്ലഡ് ആ സമയത്ത് ബ്ലഡിന്റെ ഒരുപാട് ഫുള്ളായിട്ടൊന്നും ഇരിക്കുന്നില്ല. അതുകൊണ്ട് വെൻട്രിക്കിൾസ് റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. സോ ആട്രിയ കോൺട്രാക്ട് ചെയ്യും. ദെൻ AV വാൾസ് വിൽ ഓപ്പൺ. AV വാൾസ് എന്ത് ചെയ്യും? ഓപ്പൺ ആവും. AV വാൾസ് ഓപ്പൺ ആവുമ്പോ ബ്ലഡ് എവിടുന്ന് എങ്ങോട്ട് പോവും? ബ്ലഡ് ഫ്ലോസ് ഫ്രം റൈറ്റ് ആട്രിയം ടു റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് ആട്രിയം ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത്രയും പോയിന്റ്സ് ഓർത്താൽ മതി ആട്രിയൽ സിസ്റ്റോളിൽ. സോ ആട്രിയൽ സിസ്റ്റോളിൽ ആട്രിയ ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്, വെൻട്രിക്കിൾസ് ആ സമയത്ത് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്, AV വാൾസ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ. AV വാൾസ് ഓപ്പൺ ആയിരിക്കും. അപ്പം ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം കേട്ടോ. ആട്രിയയിലേക്ക് ബ്ലഡ് കൊണ്ടുവന്നത് ആരാന്നുള്ളതും കൂടി അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ആട്രിയയിലേക്ക് ലെഫ്റ്റ് ആട്രിയയിലേക്ക് പൾമണറി വെയിൻ ആണ് ബ്ലഡ് കൊണ്ടുവരുന്നത്, റൈറ്റ് ആട്രിയത്തിലേക്ക് വീനക്കാവയാണ് ബ്ലഡ് കൊണ്ടുവരുന്നത്. ദെൻ എവിടുന്ന് എങ്ങോട്ട് പോകും ബ്ലഡ്? റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കും ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോവും. അതിനുള്ള റീസൺ അവിടെ AV വാൾസ് ഓപ്പൺ ആവുന്നുണ്ട്. ആട്രിയ കോൺട്രാക്ട് ആവുന്ന സമയത്ത് AV വാൾസ് ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ. ഇതിനാണ് നമ്മൾ ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ആട്രിയൽ സിസ്റ്റോൾ കഴിയുമ്പോഴത്തേക്കും വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പൊക്കൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ആട്രിയൽ സിസ്റ്റോൾ ക്ലിയർ ആയോ? ടീച്ചർ. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ക്ലിയർ അല്ലേ? ടീച്ചർ ക്ലിയർ ആണ്. ഓക്കെ. ദെൻ ഇനി നമ്മള് രണ്ടാമത്തെ ഫേസ് ആണ് പറയുന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ.
ഇപ്പൊ വെൻട്രിക്കുലർ സിസ്റ്റോൾ നമ്മൾ പറഞ്ഞു വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്ന ഫേസ് ആണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. അപ്പൊ ഇവിടെ നോക്കാം, ഇങ്ങോട്ട് ബ്ലഡ് വന്നു, വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് വന്നു. അപ്പൊ ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെൻട്രിക്കിൾസ് കോൺട്രാക്ട്. വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആട്രിയ എങ്ങനെയായിരിക്കും? റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യും, ആട്രിയ റിലാക്സ്ഡ് ആയിരിക്കും. വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്ത് കഴിയുമ്പം, ഓക്കെ, വെൻട്രിക്കിൾസിൽ ബ്ലഡ് വന്നെന്ന് അറിഞ്ഞു, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്ത് കഴിയുമ്പം വെൻട്രിക്കിൾസിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പാസ് ചെയ്യും. അപ്പൊ വെൻട്രിക്കിൾസിൽ നിന്ന് എങ്ങനെയാ ബ്ലഡ് പാസ് ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഏത് പാർട്ട് വഴിയാ ബ്ലഡ് പോകുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ പ്യുവർ ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ആളാണ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അല്ലെ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, അത് ത്രൂ ഔട്ട് നമ്മുടെ ബോഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് അയോട്ട വഴിയാണ് ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ബ്ലഡ്, ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് പോവും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന്, ഓക്കെ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്കാണ് ബ്ലഡ് പോകുന്നത് ഓക്സിജനേഷന് വേണ്ടിയിട്ട്. റൈറ്റ് വെൻട്രിക്കിളിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. സോ ഓക്സിജനേഷന് വേണ്ടിയിട്ട് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് പോവും ടു പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി വഴിയാണ് ലങ്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ വെൻട്രിക്കുലർ സിസ്റ്റോളിൽ നടക്കുന്ന കാര്യങ്ങൾ, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യും, ആ സമയത്ത് ആട്രിയ എങ്ങനെയായിരിക്കും? റിലാക്സ്ഡ് ആയിരിക്കും. ബ്ലഡ് എവിടെ നിന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് പാസ് ചെയ്യും, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് പാസ് ചെയ്യും. ഈ സമയത്ത് ഏത് വാൽവായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക? ഏത് വാൽവായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക? സെമി ലൂണാർ വാൽസ്. സെമി ലൂണാർ വാൽസ് ആയിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഓക്കെ, സെമി ലൂണാർ വാൽസ് ഓപ്പൺ. നമ്മൾ പറഞ്ഞില്ലേ, സെമി ലൂണാർ വാൽസ് വഴിയാണ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൺട്രോൾ ആവുന്നത്. സോ സെമി ലൂണാർ വാൽസ് ഓപ്പൺ ആയിരിക്കും. AV വാൽസ് ക്ലോസ്ഡ് ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ. AV വാൽസ് ക്ലോസ്ഡ് ആയിരിക്കും. AV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് കേട്ടോ. AV വാൽസ് ക്ലോസ്ഡ് ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്, വെൻട്രിക്കുലർ സിസ്റ്റോൾ. ഓക്കെ, വെൻട്രിക്കുലർ സിസ്റ്റോളിൽ നടക്കുന്ന ഇത്രയും പോയിന്റ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്. പോയിന്റ്സ് നോട്ട് ചെയ്തല്ലോ അല്ലെ. ദെൻ നെക്സ്റ്റ് വൺ, ജോയിന്റ് ഡയാസ്റ്റോൾ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ജോയിന്റ് ഡയാസ്റ്റോൾ. അപ്പൊ ഡയാസ്റ്റോൾ എന്താന്ന് ഞാൻ പറഞ്ഞു, രണ്ടും റിലാക്സ് ചെയ്യുന്ന ഫേസിനാണ് നമ്മൾ ഡയാസ്റ്റോൾ എന്ന് പറയുന്നത്. ആട്രിയ ആൻഡ് വെൻട്രിക്കിൾസ് രണ്ടും റിലാക്സ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനാണ് ഡയാസ്റ്റോൾ. സോ നെക്സ്റ്റ് ഫേസ് ഈസ് ജോയിന്റ് ഡയാസ്റ്റോൾ. കൂടുതൽ സമയവും ഈ ഒരു ഡയാസ്റ്റോൾ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ആ സർക്കിൾ വെച്ചപ്പോൾ കണ്ടല്ലോ 4 seconds, ടോട്ടൽ 0.8 സെക്കൻഡിന്റെ പകുതി ടൈം എന്തിനാണ്? ആട്രിയം വെൻട്രിക്കിളും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പകുതി സമയവും യൂസ് ചെയ്യുന്നത്. സോ ഡയാസ്റ്റോൾ എന്ന് പറയുന്ന റിലാക്സേഷൻ ഫേസ് ആണ് പകുതി ടൈമും വരുന്നത്. ഓക്കെ, സോ ജോയിന്റ് ഡയാസ്റ്റോളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അറിയാം. നമ്മുടെ കഴിഞ്ഞ സ്റ്റെപ്പിൽ സെമി ലൂണാർ വാൽസ് ഓപ്പൺ ആയി, ഇതൊക്കെ അങ്ങോട്ട് പോയി. ഓക്കെ, ഇവിടുന്ന് ലങ്സിലേക്ക് ഓക്സിജനേഷന് വേണ്ടിയിട്ട് പോയി. ദെൻ പ്യുവർ ബ്ലഡ് എങ്ങോട്ട് പോയി? ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് പോയി. അടുത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോസസ്സ് ഇടയ്ക്ക് സ്റ്റോപ്പ് ആവില്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റോപ്പ് ആയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആള് മരിച്ചു എന്നാണ്. ഈ ഒരു ബീറ്റിംഗ്, ഈ ഒരു പ്രോസസ്സ് എപ്പോൾ സ്റ്റോപ്പ് ആവണോ അപ്പൊ ആള് മരിക്കും. അത്രേ, അങ്ങനെയാണ്. ആ പ്രോസസ്സ് നിർത്താൻ പറ്റില്ല. നമുക്കറിയാലോ, ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ്. സോ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആവില്ല. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ പറഞ്ഞു, അങ്ങോട്ട് പോയി, ലങ്സിലേക്ക് പോയി ബ്ലഡ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് പ്യുവർ ബ്ലഡ് ഓർ ഓക്സിജനേറ്റഡ് ബ്ലഡ് പോയി. ഇനി ജോയിന്റ് ഡയാസ്റ്റോളിൽ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ആട്രിയയിലേക്ക് ബ്ലഡ് വരുന്ന കാര്യമാണ്. ആട്രിയ പതുക്കെ പതുക്കെ ഫില്ലായി തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സ് റീച്ചസ് ലെഫ്റ്റ് ആട്രിയ ത്രൂ പൾമണറി വെയിൻ. എപ്പോഴും ഓർക്കുക കേട്ടോ, പൾമണറി വെയിനും പൾമണറി ആർട്ടറിയും തമ്മിൽ മാറിപ്പോവരുത്. അതായത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും പ്യുവർ ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുക, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നവരാണ്, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ആർട്ടറി. സോ
സോ ആർട്ടറീസ് ഹാർട്ടിൽ നിന്ന് ഓരോ ബോഡി പാർട്ടിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്നവരാണ് ആർട്ടറീസ്. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ ആണ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്കാണ് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹാർട്ടിൽ നിന്ന് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് ആർട്ടറീസ്. അതുപോലെ ഒരു ആർട്ടറിയാണ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി എവിടെ നിന്ന് ഇങ്ങോട്ടാ ക്യാരി ചെയ്തുകൊണ്ടുവന്നത്? ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്കാണ് ക്യാരി ചെയ്തുകൊണ്ടുവന്നത്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അത് ക്യാരി ചെയ്തുകൊണ്ടുവന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഈ ഒരു ആർട്ടറിക്ക് മാത്രമാണ് കേട്ടോ അങ്ങനെയുള്ളൂ. ബാക്കി എല്ലാ ആർട്ടറീസും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. പൾമണറി ആർട്ടറി മാത്രം, ലങ്സിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പൾമണറി ആർട്ടറി മാത്രം ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോയി. ഓക്കെ, ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി വഴിയാണ് ലങ്സിലേക്ക് പോകുന്നത്. ദെൻ ലങ്സിലെ ഓക്സിജനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ലങ്സ് ഇത് വരുന്നത് എന്തുവഴിയാണ്? പൾമണറി വെയിൻ വഴിയാണ് വരുന്നത്. അപ്പൊ ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് വരും. ഓക്കെ, ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സ് റീച്ചസ് ലെഫ്റ്റ് ആട്രിയം ത്രൂ പൾമണറി വെയിൻ. അതുപോലെ തന്നെ ഡീഓക്സിജനേറ്റഡ് blood from different body parts reach right ventricle അല്ല, reach right atrium through vena cava. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അങ്ങനെ പതുക്കെ അതായത് രണ്ട് ചേമ്പേഴ്സും റിലാക്സ്ഡ് ആണ് കേട്ടോ. ആട്രിയവും വെൻട്രിക്കിളും അങ്ങനെ ബ്ലഡ് ഫുൾ ആയിട്ടൊന്നുമില്ല, രണ്ടുപേരും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷെ ആ സ്റ്റേറ്റിലും ഓൾറെഡി ബ്ലഡ് ഫ്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കും. രണ്ടും ഫില്ലായിക്കൊണ്ട് ഇരിക്കും. ദെൻ ആട്രിയ ഫുൾ ആവുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് ചെയ്ത് പോകുന്നത് ആട്രിയൽ കോൺട്രാക്ഷൻ. ഓക്കെ, ഓർ ആട്രിയൽ സിസ്റ്റോൾ. അപ്പൊ ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ്. സോ ഇതാണ് ജോയിന്റ് ഡയാസ്റ്റോൾ. അപ്പൊ ജോയിന്റ് ഡയാസ്റ്റോളിന്റെ സമയത്ത് രണ്ട് ചേമ്പേഴ്സും റിലാക്സ്ഡ് ആയിരിക്കും കേട്ടോ. ആട്രിയം വെൻട്രിക്കിളും രണ്ടും റിലാക്സ്ഡ് ആയിരിക്കും. അവിടെ AV വാൾസ് ആ സമയത്ത് ഓപ്പൺ ആയിരിക്കും. അതായത് നമ്മുടെ ട്രൈകസ്പിഡും ബൈകസ്പിഡും ഈ ഒരു ആട്രിയയിൽ ബ്ലഡ് വന്ന് നിറയുമ്പോഴത്തേക്ക് അവര് ഓപ്പൺ ആവും. സെമി ലൂണാർ വാൾസ് ഈ സമയത്ത് ക്ലോസ്ഡ് ആയിരിക്കും. സെമി ലൂണാർ ക്ലോസ്ഡ്. ഇതാണ് ജോയിന്റ് ഡയാസ്റ്റോളിലെ കണ്ടീഷൻ. ഓക്കെ, ആട്രിയ വന്ന് ഫുള്ളായി തുടങ്ങി. ആട്രിയയുടെ ഉള്ളില് ബ്ലഡ് വന്ന് ഫുള്ളായി തുടങ്ങി. ഫുള്ളെന്ന് വെച്ചാൽ കോൺട്രാക്ഷൻ അത്ര ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അത് അടുത്ത സ്റ്റെപ്പാണ്. ജോയിന്റ് ഡയാസ്റ്റോളില് ബ്ലഡ് വന്നു തുടങ്ങി, AV വാൾസ് ഓപ്പൺ ആയി, പതുക്കെ വെൻട്രിക്കിളിലേക്ക് പോവാനായിട്ട് തുടങ്ങണം. അത്രേ ഉള്ളൂ. ആ സമയത്ത് AV വാൾസ് ഓപ്പൺ ആണ്, സെമി ലൂണാർ വാൾസ് ക്ലോസ്ഡ് ആണ്. സോ റിലാക്സ്ഡ് ഫേസിനാണ് നമ്മള് ജോയിന്റ് ഡയാസ്റ്റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ടീച്ചറെ, ഇവിടെ ഏതാണ് റിലാക്സ്ഡ് ആയിട്ടുള്ളത്? ഏതാണ് റിലാക്സ്ഡ് ആയിട്ടുള്ളത്? ഏതാണ് ഇവിടെ? ഏത് ജോയിന്റ് ഡയാസ്റ്റോളിൽ നമ്മുടെ രണ്ട് ചേമ്പേഴ്സ് റിലാക്സ്ഡ് ആണ് കേട്ടോ. ആട്രിയവും വെൻട്രിക്കിളും റിലാക്സ്ഡ് ആണ്. ഓക്കെ, രണ്ടുപേരും റിലാക്സ്ഡ് ആണ്. ആട്രിയ, വെൻട്രിക്കിൾ രണ്ടും റിലാക്സ്ഡ് ആണ്. കാരണം രണ്ടിലും ബ്ലഡ് ഉണ്ട്, പക്ഷെ ബ്ലഡ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും റിലാക്സ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ജോയിന്റ് ഡയാസ്റ്റോൾ എന്ന് പറയുന്നത്. ആട്രിയവും വെൻട്രിക്കിളും റിലാക്സ്ഡ് ആണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? 3 ഫേസസ്: ആട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, ജോയിന്റ് ഡയാസ്റ്റോൾ. ക്ലിയർ ആണോ? ഓക്കെ ടീച്ചർ. നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് പഠിക്കുമ്പം സിസ്റ്റോൾ എന്ന് വെച്ചാൽ കോൺട്രാക്ഷൻ ഫേസ് ആണ്, ഡയാസ്റ്റോൾ എന്ന് വെച്ചാൽ റിലാക്സേഷൻ ഫേസ് ആണ്. അങ്ങനെ പഠിച്ചു വെക്കുക. ദെൻ ആട്രിയൽ സിസ്റ്റോളിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞല്ലോ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആട്രിയയുടെ ഉള്ളിൽ ബ്ലഡ് വന്ന് നിറയുമ്പോഴാണ് ഈ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ബ്ലഡ് എവിടെ നിന്ന് എങ്ങോട്ട് പോകും? ആട്രിയെന്ന് വെൻട്രിക്കിളിൽ പോകും. വെൻട്രിക്കിളിൽ ബ്ലഡ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യും. അതാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ദെൻ വെൻട്രിക്കിൾസിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ രണ്ടുപേരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതാണ് ജോയിന്റ് ഡയാസ്റ്റോൾ. ഓക്കെ, റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തും ഇവരുടെ ഉള്ളിലേക്ക് ബ്ലഡ് വന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ബ്ലഡ് അങ്ങോട്ട് നിറഞ്ഞ് കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ജോയിന്റ് ഡയാസ്റ്റോൾ. ഇനി നമുക്ക് പറയാനുള്ളത് ഹാർട്ട് സൗണ്ട്സ് ആണ്. ഓക്കെ, ഹാർട്ട് സൗണ്ട്സ് നമ്മൾ 2 ഹാർട്ട് സൗണ്ട്സ് ഉണ്ടല്ലേ. നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യണ ആ ഒരു ടിക് ടിക് 2 സൗണ്ട് ഇല്ലേ, ആ 2 സൗണ്ടിന്റെ പേരാണ്. ഫസ്റ്റ് സൗണ്ടിന്റെ പേരാണ് ലവ്, സെക്കൻഡ് സൗണ്ട് ആണ് ഡബ്.
ലബ് ആൻഡ് ഡബ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഫസ്റ്റ് ഹാർഡ് സൗണ്ടിന്റെ പേരെന്താന്ന് ചോദിക്കാറുണ്ട്, സെക്കൻഡ് ഹാർഡ് സൗണ്ടിന്റെ പേരെന്താന്ന് ചോദിക്കാറുണ്ട്, ദെൻ എപ്പോഴാണ് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാർഡ് സൗണ്ട് ആയിട്ടുള്ള ലബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ ക്ലോഷർ ഓഫ് ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്. അതായത് ആട്രി എന്ന വെൻട്രിക്കിളിലേക്ക് ആട്രിയൽ കോൺട്രാക്ഷൻ നടന്ന ആട്രി എന്ന വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആട്രി എന്ന് ബ്ലഡ് ഫ്ലോ ചെയ്ത് വെൻട്രിക്കിളിലേക്ക് വരും. ദെൻ വെൻട്രിക്കിൾ നിറഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് ഈ ബ്ലഡ് ആട്രിയിലേക്ക് പോവരുത്, ബാക്ക്വേർഡ് പോവരുത് ബ്ലഡ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതായത് നമ്മുടെ ആട്രിയുടെയും വെൻട്രിക്കിളിന്റെ ഇടയിലായിട്ട് ട്രൈകസ്പിഡും ബൈകസ്പിഡും ഉണ്ട് അല്ലേ. ആട്രിയുടെയും വെൻട്രിക്കിളിന്റെ ഇടയിൽ ട്രൈകസ്പിഡും ബൈകസ്പിഡും ഉണ്ട്. ആട്രി എന്ന് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പാസ് ചെയ്ത് വെൻട്രിക്കിള് ബ്ലഡ് വന്ന് നിറഞ്ഞു. തിരിച്ച് ഈ ബ്ലഡ് ഇങ്ങോട്ട് പോവരുത്, തിരിച്ച് ആട്രിയിലേക്ക് ഈ ബ്ലഡ് പോവരുത്, വെൻട്രിക്കിളിൽ നിന്ന് പോവരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബ്ലഡ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വാൽസ് ക്ലോസ്ഡ് ആവും. ഏതൊക്കെ വാൽസ്? AV വാൽവ് ക്ലോസ്ഡ് ആവും. AV വാൽവിൽ ആരൊക്കെ വരുന്നത്? ട്രൈകസ്പിഡും ബൈകസ്പിഡും. അപ്പൊ AV വാൽവ്സ് ക്ലോസ് ആവുന്ന സൗണ്ട് ആണ് നമ്മുടെ ഫസ്റ്റ് ഹാർഡ് സൗണ്ട്, ദാറ്റ് ഇസ് ലബ്. AV വാൽവ്സ് ക്ലോസ് ആവുന്ന സൗണ്ട് ആണ് ഫസ്റ്റ് ഹാർഡ് സൗണ്ട്, ലബ്. സോ ലബ് ഇങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ലബ് എന്ന് വെച്ചാൽ ഏത് സൗണ്ട് ആണ്, എന്ത് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് ആണ്, ഏത് വാൽവ്സ് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് ആണ്. സോ ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ക്ലോഷർ ഓഫ് ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും ക്ലോസ് ചെയ്യുന്ന സൗണ്ട് ആണ് ലബ് എന്ന് പറയുന്നത്. ഇനി ഡബ് എന്താ? ഡബ് ആര് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് ആയിരിക്കും? സെമി ലൂണാർ വാൽവ്സ് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് ആണ് ഡബ്. ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൽവ്സ്. ഓക്കെ, സോ ടു ഹാർഡ് സൗണ്ട്സ്, ലബ് ആൻഡ് ഡബ്. ഫസ്റ്റ് ഹാർഡ് സൗണ്ട് ആണ് ലബ്, ദാറ്റ് ഇസ് ദ ക്ലോഷർ ഓഫ് tricuspid and bicuspid valve. Second one ആണ് dub, it is the closure of semilunar valve. ഓക്കെ, അപ്പൊ അതോടെ നമ്മുടെ കാർഡിയാക് സൈക്കിള് കഴിഞ്ഞു. കാർഡിയാക് സൈക്കിളുമായിട്ട് ചേർന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ രണ്ട് ഹാർട്ട് സൗണ്ടും പറയണത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ECG. ഓക്കെ, സോ വൺ ഹാർട്ട് ബീറ്റിൽ രണ്ട് സൗണ്ട് ഉണ്ട്, ലബും ഡബും. ഡബ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്, ഡബ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ECG. അപ്പൊ ECGയിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു ECGയുടെ നോക്കുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ആ ഒരു ഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്നത്, ECG ഗ്രാഫ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് ECGയുടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഹെൽപ്പോടെയാണ്. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ഓക്കെ, നമ്മളൊരു ഇൻസ്ട്രുമെന്റിന്റെ ഹെൽപ്പോടെയാണല്ലോ, നിങ്ങൾ ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ഇൻസ്ട്രുമെന്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻസ്ട്രുമെന്റിൽ നിന്ന് കുറെ വയറുകളൊക്കെ ആ ഒരു ഏത് പേഷ്യന്റിന്റെ ആണോ ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ആ ഒരു ഇൻസ്ട്രുമെന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ഓക്കെ, അപ്പൊ ECGയുടെ ഫുൾ ഫോം ഇതാണ് കേട്ടോ, ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ആ ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കിട്ടും. അത് നമ്മുടെ ഹാർട്ടിന്റെ കാർഡിയാക് സൈക്കിളിൽ ഓരോ ഫേസസ് ആണ് ഈ കാണിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു റെപ്രസെന്റേഷൻ, ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാം. മാറിപ്പോയത് ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല, ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാം. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ECGയുടെ ഈ 3 പോയിന്റ്സ് പഠിച്ചു വെക്കുക. ECGയിൽ 3 വേവ്സ് ആണ് നമ്മൾ മെയിൻലി പറയുന്നത്. ഫസ്റ്റ് ആണ് P വേവ്. ഓക്കെ, 3 വേവ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് P വേവ്, അതായത് നമ്മൾ ECG വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആദ്യം ഒരു വേവ്, ദെൻ ഇങ്ങനെയാണ് നമ്മൾ വരച്ചു പോണത്. ഇതെല്ലാം നോക്കി അറിയാം. ആദ്യം ഇങ്ങനെ, ദെൻ ഒരു മുകളിലേക്ക്, പിന്നെ ചെറുതായിട്ട്, ഇങ്ങനെ 3 വേവ്സ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിൽ ഫസ്റ്റ് വേവ് ആണ് P വേവ്. സെക്കൻഡ് വേവ്, അതായത് ഇങ്ങനെ പോകുന്നതാണ്, ഇതിന് നമ്മൾ QRS.
ഒരുമിച്ച് നമ്മൾ QRS കോംപ്ലക്സ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ വരുന്നതിന് QRS, അതുകൊണ്ടാണ് QRS കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് വൺ QRS കോംപ്ലക്സ്, ലാസ്റ്റ് വൺ ആണ് P വേവ്. ഓക്കെ, P വേവ്, QRS കോംപ്ലക്സ്, P വേവ്. 3 വേവ്സ് ആണ് ECGയിലുള്ളത്: P വേവ്, QRS കോംപ്ലക്സ് ആൻഡ് P വേവ്. ഓക്കെ, 3 വേവ്സ്, ഓരോ വേവിലും എന്തൊക്കെയാണ് നടക്കുന്നത് അത് നിങ്ങൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക കേട്ടോ. സോ ഫസ്റ്റ് വേവ് നോക്കാം, P വേവ്. സോ P wave that represents excitation or depolarization of atria. ആട്രിയയുടെ ഡീപോളറൈസേഷൻ നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ടേംസ് ആണ് കേട്ടോ. ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ ഒക്കെ നമ്മൾ പഠിക്കും. സോ P വേവ് എന്ന് പറയുന്നത്, P വേവ് എന്തിനാണ് കാണിക്കുന്നത്? എക്സൈറ്റേഷൻ ഓർ ഡീപോളറൈസേഷൻ ഓഫ് ആട്രിയ. അപ്പോഴാണ് ആട്രിയ കോൺട്രാക്ട് ചെയ്യുന്ന ആട്രിയൽ സിസ്റ്റോൾ ഉണ്ടാവുന്നത്. സോ P വേവ് ദാറ്റ് റെപ്രസെന്റ്സ് ദ എക്സൈറ്റേഷൻ ഓർ ഡീപോളറൈസേഷൻ ഓഫ് ആട്രിയ. ആട്രിയയുടെ ഡീപോളറൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് P വേവ്. ദെൻ അടുത്തതാണ് QRS കോംപ്ലക്സ് that represents depolarization of ventricle. വെൻട്രിക്കിളിന്റെ ഡീപോളറൈസേഷനെ കാണിക്കുന്നത് QRS കോംപ്ലക്സ് ആണ്. അതാണ് ആ ഒരു ഇങ്ങനെ കാണുന്ന ആ ഒരു കോംപ്ലക്സ്. ഓക്കെ, QRS കോംപ്ലക്സ്. Then third one, P wave. P wave represents repolarization of ventricle. Ventricles in the repolarization. Repolarization എന്ന് പറയുമ്പോൾ ventricles അവിടെ റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ജോയിന്റ് ഡയാസ്റ്റോളിൽ ventricles റിലാക്സ് ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് repolarization of ventricle എന്ന് പറയുന്നത്. ഈ 3 ഫേസസ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആട്രിയെ കോൺട്രാക്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്യണത് കാണിക്കണമല്ലോ എന്ന്. പക്ഷെ അത് വളരെ മൈന്യൂട്ട് ആയിട്ടാണ് കേട്ടോ. കാരണം മെയിൻ ആയിട്ട് നമ്മൾ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ആട്രിയ റിലാക്സ് ചെയ്യുന്നത് ഈ ഒരു വേവില് അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ 3 മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ ഓരോ പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. P വേവ് എന്താണ് കാണിക്കുന്നത്? ഡീപോളറൈസേഷൻ ഓർ എക്സൈറ്റേഷൻ ഓഫ് ആട്രിയ. QRS complex, depolarization of ventricle, ventricles in the depolarization. Then P wave, repolarization of ventricles, ventricles in the repolarization. അപ്പോൾ നിങ്ങൾ ന്യൂറൽ കൺട്രോൾ പഠിച്ചിട്ട് ഉണ്ടെങ്കിൽ അറിയാം, ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡീപോളറൈസേഷൻ അയൺസ് ഉള്ളിലേക്ക് വരിക. അതാണ് ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ എന്നൊക്കെ കേട്ടോ. അപ്പൊ ഇവിടെ തൽക്കാലം നിങ്ങൾ ഈ ടേംസ് മാത്രം പഠിച്ചു വെക്കുക. ഇതെന്താണ് ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ എന്നൊക്കെ ഉള്ളത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും. ഓക്കെ, അപ്പൊ ഇതാണ് 3 വേവ്സ്: P വേവ്, QRS കോംപ്ലക്സ് ആൻഡ് T വേവ്. ദെൻ നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് ഡിസോർഡേഴ്സ്. ടീച്ചർ ഡൗട്ട് ചോദിച്ചോട്ടെ? എന്തോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ നേരിത്. ഏട്രിയയുടെ റീപോളറൈസേഷൻ ഇല്ലേ? ഇല്ല, അതാ QRSനോട് ചേർന്ന് തന്നെ ഏട്രിയയുടെ റീപോളറൈസേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും പറയണ ജോയിന്റ് ഡയാസ്റ്റോൾ എന്ന് പറഞ്ഞാൽ 2 പേരും റിലാക്സ് ആവുന്ന ഒരു സമയം എന്നാണല്ലോ പറയണത്. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആട്രിയ റിലാക്സ് ആവുക, ആട്രിയയുടെ റീപോളറൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു രീതിയിൽ നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വെൻട്രിക്കിൾസിന്റെ റീപോളറൈസേഷൻ ആണ് ശരിക്കും ആ ഒരു വേവ് ഒക്കെ ഫോം ചെയ്യാനുള്ള രീതിയിൽ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽക്കൂടെ ആട്രിയയുടെ റീപോളറൈസേഷൻ അങ്ങ് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അത് പക്ഷെ അത്രയധികം അങ്ങോട്ട് നോട്ടീസ് ചെയ്യുന്നില്ല. QRSന്റെ ആ ഒരു ടൈമില് ആട്രിയയുടെ റീപോളറൈസേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അതങ്ങനെ നോട്ടീസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് പറയാത്തത് കേട്ടോ. ക്ലിയർ ആയോ? യെസ് മിസ്. ടീച്ചർ അതേ ടൈമിൽ തന്നെയാണോ അതോ അത് കഴിഞ്ഞിട്ട് QRS കഴിഞ്ഞിട്ടാണ് സാധാരണ ഉണ്ടാവാറ്. കാരണം ഒരു ജോയിന്റ് ഡയാസ്റ്റോളിന്റെ ടൈമിലാണ് നമ്മൾ രണ്ടും റിലാക്സ് ആവുന്ന ടൈമിലാണ് പറയുന്നത്. പക്ഷെ മെയിൻ ആയിട്ടും നമ്മൾ വെൻട്രിക്കിൾസിന്റെ റീപോളറൈസേഷൻ ആണ് പറയാറ്. ആട്രിയയുടെ അത്രയും അധികം അങ്ങോട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും അധികം അങ്ങോട്ട് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു റീപോളറൈസേഷൻ അല്ല. അതുകൊണ്ടാണ് വെൻട്രിക്കിൾ മാത്രം എടുത്ത് പറയുന്നത് കേട്ടോ. ദെൻ നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ഡിസോർഡേഴ്സ്. സോ ഡിസോർഡേഴ്സിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന ഡിസോർഡർ ആണ് ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈ BP. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ അതായത് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാ? നോർമൽ BP എത്രയാ? നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷറിന്റെ വാല്യൂ എത്രയാ? 120/80 mm of
120/80 mm HG. ഇതില് ഇനി നിങ്ങൾക്ക് ഇതിൽ ഓരോന്നും എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇത്രയും നാള് നിങ്ങൾ അതായത് നമ്മൾ സ്കൂളിലൊന്നും 10th വരെ സിസ്റ്റോൾ ഡയാസ്റ്റോൾ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നോർമൽ BP എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതില് 120 റെപ്രസെന്റ് ചെയ്യുന്നത് സിസ്റ്റോളിന്റെ ടൈമിലുള്ള പ്രഷറിനെയാണ്. അതായത് കോൺട്രാക്ഷൻ ഉണ്ടല്ലോ, വെൻട്രിക്കിൾസിന്റെ ആയാലും ആട്രിയയുടെ ആണെങ്കിലും കോൺട്രാക്ഷൻ ടൈമിലുള്ള സിസ്റ്റോളിലുള്ള പ്രഷറാണ് 120. 80 എന്ന് പറയുന്നത് ജോയിന്റ് ഡയാസ്റ്റോളിലെ ടൈമിലെ പ്രഷറാണ് 80. ഓക്കെ, സോ നോർമൽ BP ദാറ്റ് ഇസ് 120/80. ഇതാണ് നമ്മുടെ നോർമൽ വാല്യൂ. ഇനി ഒരാൾക്ക് ഇതിലും കൂടിക്കഴിഞ്ഞാൽ, പ്രഷർ ഇതിലും കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 140/90 ഓർ എബവ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സിസ്റ്റോളിക് പ്രഷർ 140 ഓർ എബവ്, ദെൻ ഡയാസ്റ്റോളിക് പ്രഷർ 90 ഓർ എബവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈ BP. സോ ഹൈ BP വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ഓർഗൻസിനെയും ഡാമേജ് ചെയ്യും. കിഡ്നി, ഹാർട്ടിനെ മാത്രമല്ല അഫക്ട് ചെയ്യുന്ന, കിഡ്നീനെ ഡാമേജ് ചെയ്യും, ബ്രെയിനിനെ ഡാമേജ് ചെയ്യും, ഒക്കെ ഡാമേജ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈ BP. Okay, so hypertension or high BP 140/90 or above എന്ന കേസാണ് ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈ BP എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇമ്പോർട്ടന്റ് ഓർഗാൻസിനെയൊക്കെ ഡാമേജ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ ടെൻഷൻ. അപ്പൊ നോർമൽ BP എത്രയാണ്, എപ്പോഴാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്, ഇതൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ഡിസോർഡർ ആണ് കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ ആത്തറോസ്ക്ലീറോസിസ്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ CAD. കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ CAD എന്ന് പറയും, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി പറയും ആത്തറോസ്ക്ലീറോസിസ്. ഇത് മൂന്നും ഒരു സംഭവം തന്നെയാണ്. കൊറോണറി ആർട്ടറി ഡിസീസ് എന്നുണ്ടാലും CAD എന്നുണ്ടാലും ആത്തറോസ്ക്ലീറോസിസ്, ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന, ഹാർട്ടിലേക്ക് പ്യുവർ ബ്ലഡ് ഹാർട്ടിനും ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ഒരു ആർട്ടറി, നമ്മുടെ ഹാർട്ടിന്റെ വാൾസിലേക്കൊക്കെ ബ്ലഡ് കൊണ്ടുവരുന്ന ഒരു ആർട്ടറിയുടെ പേരാണ് കൊറോണറി ആർട്ടറി. ഹാർട്ടിലെ വാൾസിലേക്കൊക്കെ ബ്ലഡ് കൊണ്ടുവരുന്ന ഒരു ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി. ഓക്കെ, ഈ കൊറോണറി ആർട്ടറിയുടെ ഉള്ളില്, ഈ കൊറോണറി ആർട്ടറി ബ്ലഡ് ക്യാരി ചെയ്ത് ഹാർട്ടിന്റെ ഉള്ളിൽ ബ്ലഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ്. ഈ കൊറോണറി ആർട്ടറിയുടെ ഉള്ളില് ചില സമയത്ത് എന്തെങ്കിലും ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ദെൻ ചില സമയത്ത് കാൽസ്യം. ഓക്കെ, കൊറോണറി ആർട്ടറിയുടെ ഉള്ളില് ഫാറ്റ്, കൊളസ്ട്രോൾ, കാൽസ്യം ഓർ ഫൈബ്രസ് ടിഷ്യൂസ്. ഈ കൊറോണറി ആർട്ടറിയുടെ ഉള്ളിൽ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ വന്ന് ഡെപ്പോസിറ്റഡ് ആവും. ഒന്നുകിൽ കാൽസ്യം അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ വന്നിട്ട് ഈ കൊറോണറി ആർട്ടറിയുടെ ഉള്ളിൽ അടിഞ്ഞുകൂടും. അപ്പൊ എന്ത് പറ്റും, ബ്ലഡിന് സ്മൂത്ത് ആയിട്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഈ ആർട്ടറിയുടെ ഉള്ളിലെ സ്ഥലമൊക്കെ കുറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആർട്ടറിയുടെ ആ ഒരു ഇൻസൈഡ് പാർട്ടിന് നമ്മൾ ല്യൂമൻ എന്ന് പറയും. ആർട്ടറിയുടെ ഉള്ളിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് ല്യൂമൻ എന്ന് പറയും. ല്യൂമൻ എങ്ങനെയാവും, ഭയങ്കര നാരോ ആയിട്ട് മാറും. ബ്ലഡിന് ഫ്ലോ ചെയ്യാനുള്ള സ്ഥലം അവിടെ കുറയും. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് എത്തില്ല. ഓക്കെ, അപ്പൊ ഈ കൊറോണറി ആർട്ടറിയാണ് നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത്. കൊറോണറി ആർട്ടറിയുടെ ഉള്ളിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈനെ അത് അഫക്റ്റ് ചെയ്യും. ഈ ഒരു കണ്ടീഷനാണ് കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ CAD. ഓക്കെ, അപ്പൊ കൊറോണറി ആർട്ടറി, ഹാർട്ടിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന കൊറോണറി ആർട്ടറിയുടെ ഉള്ളില് ഈ പറയുന്ന സാധനങ്ങൾ ഫാറ്റ്, കൊളസ്ട്രോൾ, കാൽഷ്യം ഓർ ഫൈബ്രസ് ടിഷ്യൂസ് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് വിൽ മേക്ക് ദ ല്യൂമൻ ഓഫ് ആർട്ടറി നാരോ. ല്യൂമൻ എങ്ങനെയാവും, നാരോ ആയിട്ട് മാറും. ബ്ലഡിന് ഫ്ലോ ചെയ്യാനുള്ള അത്രയും സ്പേസ്, നിറയെ ബ്ലഡിന് ഫ്ലോ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവില്ല. സോ ദാറ്റ് ക്യാൻ ലീഡ് ടു ഡിക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ ടു ഹാർട്ട്. ഡിക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ ടു ഹാർട്ട്. ഈ ഒരു കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണ് CAD ഓർ കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ ആത്തറോസ്ക്ലീറോസിസ്. ക്ലിയർ ആണോ? അറ്റാക്ക് വല്ലതും വരുമോ?
അറ്റാക്ക് വേറെയാണ് കേട്ടോ. അറ്റാക്കിന്റെ കണ്ടീഷൻ വേറെയാണ്, അത് നമ്മൾ പറയുന്നുണ്ട്. ഹാർട്ട് അറ്റാക്കിന്റെ കണ്ടീഷൻ പറയുന്നുണ്ട്. ഇത് ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരും. ഓക്കെ, നമ്മൾ ബ്ലോക്ക് എന്നൊക്കെ പറയില്ലേ, ബ്ലോക്ക് ഉണ്ടെന്ന് പറയാനായിട്ടുണ്ടോ? ഏകദേശം ഇതുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഹാർട്ടിലേക്ക് ഈ സംഭവങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബ്ലഡിന്റെ ഫ്ലോയിനെ അതിങ്ങനെ തടഞ്ഞു നിർത്തുക, ബ്ലഡിന്റെ ഫ്ലോ കറക്റ്റ് ആയിട്ട് നടക്കാതെ വരിക. അതാണ് ഈ ഒരു കണ്ടീഷൻ, ആത്തറോസ്ക്ലീറോസിസ്. ഓക്കെ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്, ഹാർട്ട് അറ്റാക്ക് ഇത് കാരണം ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒറ്റയടിക്കല്ല, കുറെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒരുപാടായിട്ട് കുറഞ്ഞു കഴിയുമ്പം ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ മസിൽസിന് വരുന്ന ഡാമേജ് ആണ്. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ ഞാൻ പറയാം, ഹാർട്ടിന്റെ മസിൽസ് ഡാമേജ് ആവുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പൊ ഈ ബ്ലഡ് സപ്ലൈ ഒരുപാട് കുറഞ്ഞു കഴിയുമ്പോൾ, ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിയുമ്പോൾ മസിൽസിന് ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ പറയാം, ആൻജൈന, or it is also called angina pectoris. ഇത് സാധാരണ പ്രായമായവരിൽ എൽഡർലി പീപ്പിളിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് കേട്ടോ. എൽഡർലി പീപ്പിൾ, അതായത് ഒരു 45-50 ഒക്കെ എബവ് വരുന്ന ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ആവശ്യത്തിന് ഓക്സിജൻ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിൽ എത്താതെ വരുമ്പോൾ, ആവശ്യത്തിന് ഓക്സിജൻ ഹാർട്ടിന്റെ മസിൽസിൽ, അത് ബ്ലഡ് ഫ്ലോ കറക്റ്റ് അല്ലാതെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. ഓക്കെ, സോ ഡ്യൂ ടു ഇംപ്രോപ്പർ ബ്ലഡ് ഫ്ലോ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഓക്സിജൻ ടു ഹാർട്ട്. ഓക്കെ, ബ്ലഡ് ആണല്ലോ ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ഈ പ്രശ്നങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. കാരണം ഈ ബ്ലഡ് വെസൽസിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ബ്ലഡ് ഫ്ലോ കുറയും. സോ ബ്ലഡ് ഫ്ലോ കുറയുന്ന സമയത്ത് ആവശ്യത്തിന് ഓക്സിജൻ ഹാർട്ടിലേക്ക് എത്തില്ല. അപ്പൊ ആവശ്യത്തിന് ഓക്സിജൻ ഹാർട്ടിലേക്ക് എത്താതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അക്യൂട്ട് ചെസ്റ്റ് പെയിൻ, അതായത് ഹാർട്ട് അറ്റാക്ക് അല്ല, ഭയങ്കര ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, നെഞ്ചുവേദന ഉണ്ടാവും, ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ട് നെഞ്ചുവേദന ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ആൻജൈന ഓർ ആൻജൈന പെക്ടോറിസ്. അതായത് ഒരു മിഡിൽ ഏജിലും ഓൾഡ് ഏജിലൊക്കെ ഉള്ളവരിൽ കാണുന്ന കണ്ടീഷനാണ് ആൻജൈന. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഓക്സിജൻ ടു ഹാർട്ട്. ഹാർട്ടിലേക്ക് വരുന്ന ഓക്സിജന്റെ ലെവൽ കുറയുമ്പോഴാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നത്. ആ ഒരു കണ്ടീഷനാണ് ആൻജൈന. ഇനിയുള്ള 3 പേരുകൾ നമ്മൾ ഏകദേശം ഒരേ കാര്യത്തിന് തന്നെ പറയണതാണ്. പക്ഷെ 3ന്റെയും കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലിയർ, കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക്. അപ്പൊ ആദ്യം നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്താന്ന് പറയാം. എന്താ ഹാർട്ടിന്റെ പ്രധാന ജോലി? ഹാർട്ടിന്റെ മെയിൻ പരിപാടി എന്താ ഹാർട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ജോലി? ബ്ലഡ് പമ്പ് ചെയ്യുക അല്ലെ, അതാണ് ഹാർട്ടിന്റെ ജോലി, ബ്ലഡ് പമ്പ് ചെയ്യുക. അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഹാർട്ട് ഫെയിൽ ആയി എന്ന് പറയുന്നത്. ഓക്കെ, ഹാർട്ട് ഫെയിലിയർ മീൻസ് വെൻ ഹാർട്ട് ഈസ് നോട്ട് ഏബിൾ ടു പമ്പ് ഇനഫ് ബ്ലഡ് ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള അത്രയും ബ്ലഡ് പമ്പ് ചെയ്യാൻ ഹാർട്ടിന് പറ്റാതെ വരിക, അതിനാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ഹാർട്ട് is not able to pump enough blood to meet requirements of body. ഇതാണ് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, ആവശ്യത്തിന് ബ്ലഡ് പമ്പ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ഹാർട്ട് ഫെയിലിയർ ആണെന്ന് പറയും. ഇനി കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. SA നോഡ് അവിടെ നിന്ന് ബീറ്റിംഗ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, AV നോഡിലേക്ക് കൊടുത്തു, അത് ട്രാൻസ്ഫർ ചെയ്ത് ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹാർട്ട് അവിടെ ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, വേറെ വലിയ കണ്ടീഷൻസ് ഒന്നും വേണ്ട, ഹാർട്ടിന്റെ ബീറ്റിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതാണ് കാർഡിയാക് അറസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലരും സഡൻ ഡെത്തിന്റെ ഒക്കെ ഒരു റീസൺ ആണ്. ഇപ്പൊ ഒരുപാട് കേൾക്കുന്ന ഒരു ടേമാണ് കാർഡിയാക് അറസ്റ്റ്. വേറെ ഒന്നുമില്ല, ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്. ഒരു ദിവസം ഹാർട്ടിന് തോന്നുകയാണ് ബീറ്റിംഗ് അങ്ങോട്ട് നിർത്തിയേക്കാം, അത്രേ ഉള്ളൂ, ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്. അതിനാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് ഹാർട്ട് അറ്റാക്ക്. സോ ഹാർട്ട് അറ്റാക്ക് ഇറ്റ് ഈസ് ദ ഡാമേജ് ടു ഹാർട്ട് മസിൽസ് due to inadequate blood supply.
ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരുമ്പം ഹാർട്ടിന്റെ മസിൽസിന് ഉണ്ടാവുന്ന ഡാമേജ്, അതായത് കാർഡിയാക് മസിൽസ് ഉണ്ടല്ലോ, അവർക്കുണ്ടാവുന്ന ഡാമേജ് ആണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് എവിടെയാണ്? മസിൽസ്, ഹാർട്ടിന്റെ മസിൽസിന് ഉണ്ടാവുന്ന ഡാമേജ് ആണ്. അത് എന്ത് കാരണം ഉണ്ടാവുന്ന? ഇനാഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ കാരണമാണ്. അതാണ് ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ഡിസോർഡേഴ്സ് ഇത്രയാണ് കേട്ടോ ഉള്ളത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡിസോർഡേഴ്സിൽ? ഏതെങ്കിലും ഡിസോർഡർ? ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എസ് എ നോട്, എ വി നോട്, ഈ ഒരു പാർട്ടിൽ നിന്നൊക്കെ. എ വി നോടിന്ന് അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല, ആ ഒരു ബണ്ടിൽ ഓഫീസ് ഒക്കെയാണ് ചോദിക്കാറ്. പക്ഷെ എസ് എ നോട് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. പേസ് മേക്കർ ഓഫ് ഹാർട്ട് പറയുമ്പം എപ്പോഴും എസ് എ നോട് ചോദിക്കാറുണ്ട്. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ കഴിഞ്ഞു. ദെൻ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, ഇത് ഇച്ചിരി ചെറിയ ചാപ്റ്റർ ആണ്, നിങ്ങളുടെ ഫോക്കസ് ഏരിയയും കൂടി വന്നപ്പോൾ വളരെ കുറച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് എലിമിനേഷൻ. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് പാർട്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം. സോ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് എലിമിനേഷൻ. എക്സ്ക്രീഷൻ എന്താണ്? എക്സ്ക്രീഷൻ, ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ഫ്രം ബോഡി. ബോഡിന്ന് നൈട്രോജീനസ് വേസ്റ്റ് റിമൂവ് ചെയ്യുക. നൈട്രോജീനസ് വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് റിയാക്ഷൻ. ചോദിച്ചോ? ലെഫ്റ്റ് ആയിക്കോട്ടെ, സ്കൂൾ എക്സാം ഉണ്ട്, ലെഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, കുറച്ച് പോർഷൻ ആയിട്ട് എടുക്കണല്ലോ, കുഴപ്പമില്ല, ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, സോ എക്സ്ക്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് വേസ്റ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഡൈജഷൻ വഴി അങ്ങനെയല്ല, നമ്മുടെ ബോഡിയിൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒരുപാട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആവുന്നുണ്ട്. ആ സമയത്ത് അതൊരു റിയാക്ഷൻ ആണ്. ഡൈജഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഫുഡ് കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നുണ്ട്, ന്യൂക്ലിക് ആസിഡ്സ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ റിയാക്ഷൻസ് ഒക്കെ നടന്നു കഴിയുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? വേസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഓരോ റിയാക്ഷൻ കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി നൈട്രോജീനസ് വേസ്റ്റ് ആണ്. നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ നൈട്രജൻ കണ്ടെയ്നിങ് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ എക്സ്ക്രീഷൻ ഡിഫൈൻ ചെയ്യാറ് റിമൂവൽ ഓഫ് വേസ്റ്റ് ഫ്രം ദ ബോഡി. നിങ്ങൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയാം, റിമൂവൽ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ഫ്രം ദ ബോഡി. ഓക്കെ, ഇനി എക്സ്ക്രീഷൻ 3 ടൈപ്പ് ഉണ്ട്. അതായത് ഓരോ ഓർഗാനിസത്തിലും ഡിഫറെന്റ് ഓർഗാനിസത്തിൽ ഈ ഒരു ഫോം ചെയ്യുന്ന നൈട്രോജീനസ് വേസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് എക്സ്ക്രീഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് അമോണോടെലിസം, സെക്കൻഡ് വൺ യൂറിയോടെലിസം, തേർഡ് വൺ യൂറിക്കോടെലിസം. അമോണോടെലിസം, യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം. സോ ആദ്യത്തെ കേസ് അമോണോടെലിസത്തില് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയാണ്. ഓക്കെ, അമോണോടെലിസത്തില് എക്സ്ക്രീറ്റ് ചെയ്യുന്ന നൈട്രോജീനസ് വേസ്റ്റ് എന്ന് പറയുന്നത് അമോണിയാണ്. അമോണിയ എങ്ങനെയാണ്? അമോണിയ ഹൈലി ടോക്സിക് ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 ടൈപ്പ് എക്സ്ക്രീഷൻ. സോ ഫസ്റ്റ് വൺ അമോണോടെലിസം. പേര് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർക്കാം, അമോണോടെലിസത്തില് എക്സ്ക്രീറ്റ് ചെയ്യുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് അമോണിയാണ്. ഇനി അമോണിയ എങ്ങനെയാണ്? ഹൈലി ടോക്സിക് ആണ്. അമോണിയ ഹൈലി ടോക്സിക് ആയതുകൊണ്ട് തന്നെ അമോണിയനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ ഒരുപാട് വാട്ടർ വേണം. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു അമോണിയനെ റിമൂവ് ചെയ്ത് കളയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് എക്സ്ക്രീഷന് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ്. ഓക്കെ, ഒരുപാട് വാട്ടർ വേണം. ആ വാട്ടറിൽ അലിയിച്ചിട്ട് ഡിസോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു അമോണിയനെ ബോഡിയിൽ നിന്ന് കളയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെക്കാനിസം അമോണോടെലിസം താങ്ങാൻ പറ്റുക ഒരുപാട് വാട്ടർ ഉള്ള സ്ഥലത്ത് ഉള്ള ഓർഗാനിസത്തിനായിരിക്കും. അതല്ലാതെ കുറച്ച് വാട്ടർ മാത്രമുള്ള സ്ഥലത്തുള്ളവർക്ക് ഈ ഒരു പ്രോസസ്സ് നടക്കില്ല. ഓക്കെ, കാരണം അവരുടെ ബോഡിയിൽ ഈ ഒരു അവരുടെ ബോഡിയിൽ അമോണിയ വന്നു കഴിഞ്ഞാൽ അമോണിയ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് വാട്ടർ വേണം. പക്ഷെ വാട്ടറിന്റെ സപ്ലൈ ഒരുപാട് കിട്ടാത്ത ഓർഗാനിസത്തിന്റെ കേസിൽ അവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെക്കാനിസം അമോണോടെലിസം മെയിൻലി കാണിക്കുന്നത് വാട്ടറിൽ ജീവിക്കുന്ന അക്വാട്ടിക് ആയിട്ടുള്ള വാട്ടറിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അമോണോടെലിക് എക്സ്ക്രീഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണ്
അക്വാട്ടിക് ആംഫിബിയൻസ്, ഒരു ഫുൾ ടൈം വാട്ടറിലാണല്ലോ, അപ്പൊ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രശ്നം വന്നില്ല. അക്വാട്ടിക് ആംഫിബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട്സ്, അക്വാട്ടിക് ആംഫിബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട്സ്. ദെൻ ഫിഷസിന്റെ ഗ്രൂപ്പില് ബോണി ഫിഷസ് കേട്ടോ, 2 ടൈപ്പ് ഫിഷസ് നമ്മൾ പഠിച്ചില്ലേ, ബോണി ഫിഷസും കാർട്ടിലേജിയനസ് ഫിഷസും. അതിൽ ബോണി ഫിഷസ് ഈ ഒരു ഗ്രൂപ്പിലാണ് വന്നത്, ബോണി ഫിഷസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത് ഈ മൂന്ന് കേസസ് നമ്മൾ പറയണ്ട, അമോണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം. സോ അതിൽ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളത് അമോണിയ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാട്ടർ വേണ്ടതും അമോണിയക്കാണ്. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക. രണ്ടാമത്തതാണ് യൂറിയോടെലിസം. യൂറിയോടെലിസം നമ്മുടെയൊക്കെ കേസിൽ, ഹ്യൂമൻ ബീയിങ്സിന്റെ ഒക്കെ കേസിൽ യൂറിയോടെലിക് ആണ്. നമ്മളുടെയൊക്കെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് യൂറിയോടെലിക് ആണ്. അവിടുത്തെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിയ ആണ്. യൂറിയ അമോണിയയെക്കാട്ടിലും ടോക്സിസിറ്റി കുറവാണ്. എന്ന് കരുതി തീരെ ടോക്സിസിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അമോണിയയുടെ അത്രയും ടോക്സിസിറ്റി ഇല്ല. ഓക്കെ, സോ അമോണിയ, അപ്പൊ നമ്മുടെ ബോഡിയിലും അമോണിയ ഫോം ചെയ്യുന്നുണ്ട്. That ammonia is converted into urea inside our liver. യൂറിയോടെലിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ കേസിലും എന്തുണ്ട്, അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലെസ് ടോക്സിക് ഫോം, ദാറ്റ് ഇസ് യൂറിയ. അമോണിയയെക്കാട്ടിലും കുറച്ചും കൂടി ടോക്സിസിറ്റി കുറഞ്ഞ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂറിയ റിമൂവ് ചെയ്ത് കളയാനും കുറച്ച് എമൗണ്ട് വാട്ടർ വേണം. എന്ന് കരുതി അമോണിയ വേണ്ട, അമോണിയക്ക് വേണ്ട അത്രയും വാട്ടർ വേണ്ട, എന്നാൽ തീരെ വാട്ടർ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യരുത്. റിക്വേഴ്സ് സം വാട്ടർ, അല്ലെങ്കിൽ റിക്വേഴ്സ് ലെസ് വാട്ടർ ദാൻ അമോണോടെലിക്. അമോണോടെലിക്കിന്റെ അത്രയും വാട്ടർ വേണ്ട, അമോണോടെലിക്കിനെക്കാട്ടിലും കുറച്ച് വാട്ടർ കുറവ് മതി ആർക്ക്, യൂറിയോടെലിക്കിന്. അവിടെ എക്സാമ്പിൾസ് വരുന്നത് യൂറിയോടെലിക്കിൽ മെയിൻ ആയിട്ട് നമ്മൾ മാമൽസ് ഒക്കെ യൂറിയോടെലിക് ആണ് കേട്ടോ വരുന്നത്. എക്സാമ്പിൾസ് വരുന്നത് മാമൽസ്, കാർട്ടിലേജിയനസ് ഫിഷസ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. മാമൽസ്, കാർട്ടിലേജിയനസ് ഫിഷസ്, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ആംഫിബിയൻസ്, അക്വാട്ടിക് ആംഫിബിയൻസ്, വെള്ളത്തിൽ ജീവിക്കുന്ന ആംഫിബിയൻസിന്റെ നമ്മൾ പറഞ്ഞു അമോണോടെലിക് ആണ്. ലാൻഡിൽ ജീവിക്കുന്ന ആംഫിബിയൻസിന്റെ കേസിൽ യൂറിയോടെലിക് ആണ്. സോ ദാറ്റ് ഇസ് യൂറിയോടെലിസം. സോ അമോണോടെലിസം, യൂറിയോടെലിസം. യൂറിയോടെലിസം എന്ന് വെച്ചാൽ യൂറിയ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന അമോണിയ ദാറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ ഇൻസൈഡ് ദ ലിവർ, ആൻഡ് യൂറിയ റിക്വയർസ് ലെസ് വാട്ടർ ഫോർ എലിമിനേഷൻ ഫ്രം ബോഡി. അമോണിയയുടെ അത്രയും വാട്ടർ വേണ്ട യൂറിയ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട്. സോ അതാണ് യൂറിയോടെലിക് എക്സ്ക്രീഷൻ, യൂറിയോടെലിസം. മൂന്നാമത്തതാണ് യൂറിക്കോടെലിസം. യൂറിക്കോടെലിസത്തില് യൂറിക് ആസിഡ് ഫോമിലാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ അമോണിയാണ്, രണ്ടാമത്തെ യൂറിയാണ്, യൂറിക് ആസിഡ് ആണ് മൂന്നാമത്തത്. അപ്പൊ ഇതില് ഈ പറഞ്ഞ 3 പേരിലും ഏറ്റവും ടോക്സിസിറ്റി കുറഞ്ഞ ആളാണ് യൂറിക് ആസിഡ്. ലീസ്റ്റ് ടോക്സിക് ആണ്, ലീസ്റ്റ് ടോക്സിക്. അതുകൊണ്ട് തന്നെ റിക്വേഴ്സ് വളരെ കുറച്ച് വാട്ടർ മതി കേട്ടോ. വാട്ടർ തീരെ വേണമെന്ന് തന്നെയില്ല, വെരി ലിറ്റിൽ എമൗണ്ട് ഓഫ് വാട്ടർ, വെരി ലിറ്റിൽ എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ എക്സ്ക്രീഷൻ. ലീസ്റ്റ് ടോക്സിക് ആണ്. ടോക്സിസിറ്റി ഏറ്റവും കുറവ് യൂറിക് ആസിഡിനാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എമൗണ്ട് വാട്ടർ മാത്രം മതി ഈ ഒരു യൂറിക് ആസിഡ് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് വാട്ടർ ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ, തീരെ വാട്ടർ ഇല്ലെങ്കിലും അത്ര വലിയ പ്രശ്നമില്ല. വാട്ടർ ഇല്ലാത്ത കേസിലും നടക്കും യൂറിക്കോടെലിസം. സോ അതുകൊണ്ട് തന്നെ വാട്ടർ സപ്ലൈ കുറവുള്ള ആനിമൽസിന്റെ കേസിലാണ് ഈ ഒരു കേസ് ഉണ്ടാവുക. യൂറിക്കോടെലിസം മെയിൻ ആയിട്ടും ചില ആനിമൽസിന് എപ്പോഴും വാട്ടർ കിട്ടാൻ, വാട്ടർ അവൈലബിലിറ്റി കുറഞ്ഞ, അതായത് നമ്മുടെ ബേർഡ്സ്, ലാൻഡിലുള്ള റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, ഇവരുടെയൊക്കെ കേസിൽ യൂറിക്കോടെലിക് എക്സ്ക്രീഷൻ ആണ് നടക്കുന്നത്. കാരണം ഇവർക്കൊക്കെ എപ്പോഴും വാട്ടർ അത്ര അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ളവരുടെ കേസിൽ വാട്ടർ ഇല്ലാതെയും എക്സ്ക്രീഷൻ നടക്കും. സോ അതാണ് യൂറിക്കോടെലിസം. ഓക്കെ, ഇപ്പൊ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു, അമോണോടെലിസം, യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം. ഇതില് നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല എവിടുന്നാന്ന് പറയാം, ടോക്സിസിറ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കും. ഓക്കെ, ടോക്സിസിറ്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ആരാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളത്? ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളത് അമോണിയയാണ്. ഓക്കെ, അമോണിയ ഏറ്റവും ടോക്സിസിറ്റി കൂടുതൽ, ദെൻ യൂറിയ,
ദെൻ യൂറിക് ആസിഡ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ടോക്സിസിറ്റി ഏറ്റവും കൂടുതൽ അമോണിയക്കാണ്, അത് കഴിഞ്ഞാൽ യൂറിയ, ദെൻ യൂറിക് ആസിഡ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ എക്സ്ട്രീഷന് വാട്ടർ വേണ്ട കാര്യം ചോദിക്കാറുണ്ട്. മാക്സിമം വാട്ടർ വേണ്ടത് അമോണിയക്കാണ് വാട്ടർ, അത് കഴിഞ്ഞ് യൂറിയക്ക് കുറച്ച് വാട്ടർ വേണം. തീരെ വാട്ടർ ഇല്ലാതെ നടക്കുന്ന കേസാണ് യൂറിക് ആസിഡ്. അതുപോലെ നമ്മൾ ഫിഷസിന്റെ കേസ് പറഞ്ഞല്ലോ, ബോണി ഫിഷസിൽ അമോണിയാണ്, അമോണോട്ടലിക് ആണ് ബോണി ഫിഷസ്, കാർട്ടിലേജിയസ് ഫിഷസ് യൂറിയോട്ടലിക് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്ട്രീഷനിൽ വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എപ്പോഴും ഇതിന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. അമോണോട്ടലിക്, യൂറിയോട്ടലിക് ആൻഡ് യൂറിക്കോട്ടലിക്. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ടീച്ചർ. ഇനി നമുക്ക് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ്. അതിപ്പോ തുടങ്ങിയാൽ നമുക്ക് തീരില്ല, അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എക്സ്ട്രീഷനിൽ ഇനി നമുക്ക് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് നെഫ്രോണിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ, ദെൻ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ ഡിസോർഡേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് വന്നത് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇന്ന് നമ്മൾ നോക്കിയ ചാപ്റ്റർ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. കാരണം കുറച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാർഡിയാക് സൈക്കിള് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് തന്നെ അതിന്ന് വായിക്കാം. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷന്റെ ഇന്നെടുത്ത ടോപ്പിക് ഇന്ന് തന്നെ വായിക്കാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ടീച്ചർ. ഓക്കെ, താങ്ക് യു ഓൾ.